നാം അതിന് അടിസ്ഥാനവും പ്രോത്സാഹനവും നൽകുന്നുണ്ടെങ്കിലും അരുതായ്മകളുടെ പ്രവാഹങ്ങളായി ഇന്നത്തെ പല ചടങ്ങുകളും മാറുമ്പോൾ അത്തരം വിഷയങ്ങളെക്കുറിച്ച് ശരിയായ പുനരാലോചന നടത്തേണ്ടത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയുമാണ്. ആവശ്യമില്ലാത്ത ബിദ്അത്തുകളും അനാവശ്യമായ കീഴ്വഴക്കങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ആപാലവൃദ്ധം സാധു മുഅ്മിനീങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവത്തിലേക്ക് ഇന്നത്തെ പല ചടങ്ങുകളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ചടങ്ങുകളെല്ലാം വഴിമാറിപ്പോകുന്നു എന്നതിന്റെ പേരിൽ 100% ചടങ്ങുകളെ നിരാകരിക്കാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ നിക്കാഹ് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചർച്ചയിൽ സ്വല്പം അങ്ങോട്ട് കടന്നു വരും. നിക്കാഹിൽ ഇന്ന് പല അരുതായ്മകളും കടന്നുകൂടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ നിക്കാഹിനെ നിരാകരിക്കാൻ പറ്റുമോ? നിക്കാഹ് എന്ന ഉദാത്തമായ കർമ്മത്തെ അപലപിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് നല്ല വശവുമുണ്ട്. എന്നാൽ ആ നിക്കാഹ് എന്ന് പറയുന്ന മഹത്തായ കർമ്മത്തെ വിവിധ തരങ്ങളിലേക്ക് മനുഷ്യൻ തരതാഴ്ത്തുമ്പോൾ, തരം താഴ്ത്തി നിക്കാഹിനെ ഒരു ആഭാസമായി കാണുമ്പോൾ അതിനെ കടിഞ്ഞാണിട്ടുകൊണ്ട് മഹാന്മാരായ മുൻഗാമികളുടെ സരണിയിലേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുക ഒരു മുഅ്മിനായ മനുഷ്യന്റെ ധർമ്മമാണ്. ഇപ്രകാരം തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങുകളും എന്നാണ് ഞാൻ പറയുന്നത്. ചിലതൊക്കെ ഗുണത്തിന് വേറെ ദോഷമുണ്ടാവും. ഇപ്പൊ ഞാൻ പള്ള കാണാൻ പോകാൻ എന്ന ചടങ്ങിനെ കുറിച്ച് തന്നെ പറയുമ്പോ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ വിഷമം തീർക്കാനും വ്യാകുല മനസ്സിനെ സമാധാനിപ്പിക്കാനും വേണ്ടി പോവുക, എന്നിട്ട് ഇല്ലാത്ത വിഷമം അവിടെ ഉണ്ടാക്കി കൊടുക്കുക. അതിനാണ് പോകണ്ട. നമ്മുടെ നാട്ടിലുണ്ട് സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാളും വലിയ പേടിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായ പരസ്യ ബോർഡ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, മുടക്കികൾ സൂക്ഷിക്കുക. എന്താണ് ഈ മുടക്കികൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത്? ചില ഗ്രാമങ്ങളിൽ അങ്ങനെ ഒരു ശാപമായി മാറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാര് മാത്രമല്ല, ചില പ്രായമുള്ള ആളുകൾക്കും വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഈ പണി ഉണ്ടാകാം. ഒരു പാവപ്പെട്ടൊരു മനുഷ്യന് ഒരു വിവാഹം ഏത് കാര്യം വന്നാലും മുടക്കാൻ വേണ്ടി ഒരു ടീം, അവർക്കുള്ള പ്രധാന ഡ്യൂട്ടി എന്നതാ മുടക്കികള്. ഇതേപോലെ പെണ്ണുങ്ങളിലുണ്ട്. പെണ്ണുങ്ങളിൽ പിന്നെ അറിഞ്ഞോ അറിയാതെയോ ധാരാളം സംഭവിക്കുന്നുണ്ട്. എന്നോട് തന്നെ ചില സാധുക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ മോളെ കാര്യം. അപ്പൊ അൽഹംദുലില്ലാ മോളെ കാര്യമൊക്കെ പ്രാപ്തായില്ലേ, ശരിയായില്ലേ, പുതിയാപ്പിള വന്ന് പറ്റിയില്ലേ? പുതിയാപ്പിള വന്ന് പറ്റിയിട്ടുണ്ട് ഉസ്താദേ. എന്നാലും പിന്നെന്താ പ്രശ്നമില്ലല്ലോ. അല്ല, പെണ്ണുങ്ങൾ വന്നിട്ടില്ല, പെണ്ണുങ്ങൾ വരവാണ് ഇന്ന ദിവസം, പെണ്ണുങ്ങളുടെ വരവാണ് ഇന്നാലിന്ന ദിവസം എന്ന് പറയുമ്പോഴേക്ക് പുറക്കാർക്ക് പേടിയാണ്. ആണുങ്ങളെക്കാളും പുതിയാപ്പിളിനേക്കാളും വലിയ പേടി പെണ്ണുങ്ങളാണ്. പുതിയാപ്പിളക്ക് പറ്റിയാലും പെണ്ണുങ്ങൾക്ക് പറ്റണം. ഏതാ പെണ്ണുങ്ങള്? ഈ പുതിയാപ്പിളിന്റെ ഉമ്മക്കോ പെങ്ങക്കോ ചിലപ്പം പ്രശ്നം ഉണ്ടാവില്ല. ഈ പെണ്ണിന്റെ ദാമ്പത്യ ജീവിതവുമായി അവരുടെ കുടുംബജീവിതവുമായി ഒരു നിലക്കും ബന്ധം ഉണ്ടാകേണ്ടതില്ലാത്ത ഏതോ ഒരു അകന്ന ബന്ധുവിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടുകാരിയുടെ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് അനുസരിച്ച് ശക്തമായ ഉറച്ച മനോഗതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കുടുംബ ബന്ധം, ഒരു വൈവാഹിക ബന്ധം തകരാൻ പോവുകയാണ്. ആ പെൺകുട്ടിക്ക് ഒരു പുതിയാപ്പിള്ള കിട്ടാതെ കഷ്ടപ്പെട്ടു. എല്ലാവരും പണ്ടും പണമൊക്കെ പെണ്ണിനേക്കാളും വലിയ തൂക്കം പൊന്നിനും പൈസക്കുമാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ ആളുകൾ വന്നു. ഈ ഒരു സാധു വീട്ടുകാരാണ്, ആ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവസാനം ഒരു പുതിയാപ്പിള, ഞാനൊരു യത്തീം കുട്ടീനെ കെട്ടുകയാണ് അല്ലെങ്കിൽ ഒരു അഗതിനെ കെട്ടുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു പുതിയാപ്പിള വന്നതാ. ഈ പുതിയാപ്പിളക്ക് പറ്റി, ഉമ്മക്ക് പറ്റി, പെങ്ങൾക്ക് പറ്റി, എല്ലാ വിഷയത്തിലുള്ള ചിത്രങ്ങളല്ല. ചിലത് പെങ്ങൾക്ക് പറ്റാത്തൊക്കെ ഉണ്ടാവും. ഞാൻ അതിനെക്കുറിച്ചല്ല, ഞാനൊരു നാടൻ എക്സാമ്പിൾ പറയാണ്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നോവൽ വായിക്കല്ല, അമേരിക്കയിലുള്ള കഥ പറയല്ല, നമ്മുടെ മലബാറൻ ഏരിയകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ദുരന്തങ്ങളാണ്.
നമ്മുടെ പെണ്ണുങ്ങളുടെ കൂട്ടമായ പോക്കുകളിൽ ഉടലെടുക്കുന്ന ചില മുടക്കൽ കേസുകളുടെ പിന്നിൽ തീർച്ചയായും നാളെ പരലോകത്ത് അവർ വിരൽ കടിക്കേണ്ടി വരും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഹദീസുകൾ ഓതിയിട്ടുണ്ട്. ഒരു കുട്ടിയുടെ വിവാഹം ശരിപ്പെടാൻ വേണ്ടി ആ കുട്ടിയുടെ പിതാവിന്റെ കൂടെയോ ആങ്ങളയുടെ കൂടെയോ കുടുംബത്തിന്റെ കൂടെയോ സഹായത്തിന് വേണ്ടി പോയി കൊടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 10 കൊല്ലം ഒരു പള്ളിയിൽ ഇഴ്ത്തികാഫിരിക്കുന്നതിനേക്കാളും ഉത്തമമായൊരു കർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ്. അതൊരു പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ജനറൽ ഫോർമുലയായി നബി തങ്ങൾ പഠിപ്പിച്ചതിന്റെ ഒരു ഉദാഹരണമെന്നോണമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു മഹത്തായ കർമ്മമാണ് മുഅ്മിനീങ്ങളിൽ നിന്ന് ഇസ്ലാം ദീൻ പ്രതീക്ഷിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയുള്ള ആണിനെയും പെണ്ണിനെയുമാണ് പ്രോത്സാഹനത്തിന്റെ കരങ്ങളുമായി മാടി വിളിക്കുന്നത്, മുടക്കികളെയല്ല. അവർക്ക് നാളെ ഇതിന്റെ നേരെ വിപരീത ഫലമുണ്ടാകുമെന്ന കാര്യം നാം മറന്നുപോകരുത്. ഒരു പെൺകുട്ടിയുടെ കണ്ണീരിന് കാരണമായത്, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര, നിന്റെ ഒരു കെലിമത്താണ്, ഒരു വേട് ആണ് എങ്കിൽ നിനക്ക് ഒരിക്കലും അതിൽ നിന്ന് ശാന്തിയോടുകൂടെ കരകയറാൻ സാധിക്കുകയില്ല. കാരണം നീ ചിലപ്പോൾ തൗബ ചെയ്ത് മടങ്ങിയാലും ആ പെൺകുട്ടിക്ക് മണീറയുടെ സ്വപ്നം പൂർണ്ണമാകാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദി നീയാകുമ്പോൾ, ആ പെൺകുട്ടിയുടെ മനോവേദനയുടെ കാരണക്കാരി നീ പറഞ്ഞ ഒരു വാക്കാകുമ്പോൾ ഒരിക്കലും അതിന്റെ ശാപം നിന്നിൽ നിന്ന് നികന്നു തീർന്നില്ല എന്ന കാര്യം നീ ഒരിക്കലും വിസ്മരിച്ചു പോകാൻ പാടില്ല. നാം ഒരു കെലിമത്ത് പറയുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട കേസാണ് ഞാൻ പറയുന്നത്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാ. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയപ്പോ ചില ആളുകൾ വിചാരിക്കും ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ആചാരങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കാനാ മൂപ്പര് പറയണത്. അങ്ങനല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് ചിലപ്പോൾ നല്ല വശങ്ങൾ നമ്മുടെ ചില ചടങ്ങുകൾക്ക് മുൻഗാമികൾ കൈമാറ്റം ചെയ്തതിന് ചില നല്ല വശങ്ങൾ ഉണ്ടാകാം. ആ നല്ല വശങ്ങൾ മനസ്സിൽ നിന്ന് കണ്ടെത്തി ഒരു നല്ല നിയ്യത്ത് ശരിപ്പെടുത്തി ആ വിഷയങ്ങളിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ ഇബാദത്തിന്റെ പട്ടികയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും നിയ്യത്ത് നന്നാകുമ്പോൾ. ഇത്ര നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് കേട്ടിട്ട് എല്ലാറ്റിനും ചൂട്ടുപിടിക്കാനുള്ള ഒരു വാക്കായി അതിനെ വ്യാഖ്യാനം ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ചടങ്ങുകളും അനാവശ്യ ചടങ്ങുകളാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്നാലും ഞാൻ ആ കാര്യം വളരെ ഗൗരവപൂർവ്വം സൂചിപ്പിക്കുകയാണ്. അല്ലേ? അനാവശ്യമായ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നതിന് നാം ഒരിക്കലും കാരണക്കാരാകാൻ പാടില്ല. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് നല്ല നിയ്യത്തുണ്ടാവും. നമ്മളിപ്പോ പറഞ്ഞതുപോലെ നല്ല നിയ്യത്തുണ്ടെങ്കിൽ ഓക്കെയാണ്, നമ്മൾ ഓക്കെ അടിച്ചിട്ടുണ്ട്, ശരിയാണ്. നല്ല നിയ്യത്താണെങ്കിൽ ഹലാലും മുബാഹുമായ കാര്യങ്ങളെല്ലാം മിൻ മഹാസിനിൽ ഖുർബാത്ത്, നല്ല ആരാധനകളിൽ പെടും. വയനാലു ബിഹാ അലദ് ദറജാത്ത്, അതുകൊണ്ട് അവൻ ഉന്നതമായ സ്റ്റാൻഡേർഡിലേക്ക് എത്തിച്ചേരും. ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ചിലത് നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നല്ല നിയ്യത്തുകൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നാം ആ നിയ്യത്തിനനുസരിച്ച് അത് പരസ്യമായി പ്രവർത്തിക്കുമ്പോൾ പിൽക്കാലത്ത് വരുന്നവർ അതിനെ ഏതെങ്കിലും നിലക്കെല്ലാം തള്ളി നീക്കി അതിനെ മറ്റൊരു കണ്ണുകൊണ്ട് കണ്ട് അതിനെ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകാൻ സാധ്യത കൂടുതലുള്ള വിഷയങ്ങളാണെങ്കിൽ അത്തരം വിഷയങ്ങൾ വളരെ സൂക്ഷിച്ചേ ചെയ്യാവൂ. ഉദാഹരണം ഞാൻ പറയാം. ചിലപ്പോൾ നിയ്യത്ത് എന്നാൽ ചില കാര്യങ്ങൾക്ക് വലിയ ബഹുമാനമൊക്കെ ഉണ്ടാവും. സംഗതിക്ക് ശരിയാണ്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വലിയൊരു സദ്യ ഉണ്ടാക്കി, വിവാഹ സദ്യയോ ഏതൊരു സദ്യ, ആളുകളെ സൽക്കരിക്കുന്ന സദ്യകൾക്കൊക്കെ സ്വാഗതമാണ്. ഇസ്ലാമില് ഇസ്രാഫ് വരെ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അദ്ദേഹം അതില് 1000 വിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് വലിയ പരിപാടിയാണ്. നമ്മളുണ്ടാവുമല്ലോ, വലിയ ഉറൂസൊക്കെ നടക്കുന്ന സമയത്ത് ചില ട്യൂബ് ലൈറ്റുകളൊക്കെ കത്തിക്കും. നമ്മളെ വീട്ടിൽ കല്യാണമൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ റോട്ടുമിലൊക്കെ ട്യൂബ് ലൈറ്റ് ഉണ്ടാവും. അതിനൊന്നും എതിർപ്പില്ല. അവിടെ 1000 ട്യൂബ് ഒരാൾ കത്തിച്ചു വെച്ചു, 1000 വിളക്ക്. അപ്പോ ഏതോ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൃത്തെ, ഹാവ ഇസ്രാഫുൻ, ഇതൊക്കെ ഒരു ഇസ്രാഫ് അല്ലേ, ദുർവിനിയോഗമല്ലേന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ, കുല്ലു സിറാജിൻ അസ്റജത്തുഹു ലിഗൈരില്ല ഫഅത്ഫിഹു, ഈ ട്യൂബ് ലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ വിളക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു വിളക്ക്
അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ നിയ്യത്ത് ശരിയാക്കാതെ ഞാൻ കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നീ അത് കെടുത്തിക്കോതാം. ഈ മനുഷ്യനെ കെടുത്താൻ വേണ്ടി പുറപ്പെട്ടു. ഒരൊറ്റ വിളക്കും അദ്ദേഹത്തിന് കെടുത്താൻ കഴിഞ്ഞില്ല. 1000ഓളം വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമല്ലേ. അപ്പൊ അന്ന് വിദ്യുച്ഛക്തി എന്നുള്ള കാലഘട്ടമല്ല, ഒരു ഊതിയാ മതി. പക്ഷെ കെടുന്നില്ല, കെടുത്താൻ സാധിച്ചിട്ടില്ല, അണയ്ക്കാൻ സാധിച്ചില്ല. അത്രയും വലിയ ഇഖ്ലാസോടുകൂടെയാണ് അവർ ആ കർമ്മത്തിലേർപ്പെട്ടത്. പല ഉദ്ദേശങ്ങളുണ്ടാവും. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെല്ലാം പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലെല്ലാം വലിയ രഹസ്യങ്ങൾ ഉണ്ടാകും. ആ ആത്മാർത്ഥതയുടെ ഖനം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചില ഉദാഹരണങ്ങൾ പിന്നീട് ഒരു ദിവസത്തിൽ നമുക്ക് പറയാനുണ്ട്. അത്ഭുതങ്ങളുടെ കലവറകൾ. ആത്മാർത്ഥത പ്രാപിച്ചതിന്റെ പേരിൽ ചില കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ ഭൗതികമായി തന്നെ എത്തിച്ചേർന്നിരിക്കുന്ന അത്ഭുതങ്ങളുടെ കലവറകൾ നമുക്ക് പറയാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പക്ഷേ അതിൽപ്പെട്ട ഒന്നാണ് ഇദ്ദേഹത്തിന് ഒരു വിളക്കുപോലും അണക്കാൻ കഴിഞ്ഞില്ല. ഇഖ്ലാസിന്റെ ആഴം കൊണ്ട് കത്തിച്ചു വെച്ചതാണ്. അതിന്റെ പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ടാവും. പക്ഷെ വളരെ ഓക്കെയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇത് മാതൃകയാക്കിയിട്ട് ഒരു ബലഹീനൻ പോയിട്ട് ചിലപ്പോൾ 1000 വിളക്കാണ് ഇവിടെങ്കിൽ ചിലപ്പോൾ 1500 വേറെ കത്തിച്ചു വെക്കും. അപ്പൊ തെറ്റായ ഒരു കീഴ്വഴക്കത്തിന് കാരണമായ ഒരു മാതൃക പരസ്യമായി ചെയ്യുമ്പോൾ പലരും ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് ഞാൻ എന്റെ വീട്ടിലൊരു സൽക്കാരം നടത്താം. സൽക്കാരം നടത്തുമ്പോ ഞാൻ ആടും കോഴിയും പോത്തും മീനും ചെമ്മിയും ഇനി എന്താ ഉള്ളത്, കമ്പോളത്തിൽ കിട്ടുന്ന എല്ലാ സാധനവും കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും കൂടി മരത്തി പൊരിച്ചാൽ ശരിയാവില്ല. ചിലതിനെ കിടത്തി പൊരിച്ചിട്ടുണ്ട്, ചിലതിനെ നിർത്തി പൊരിച്ചിട്ടുണ്ട്, ചിലതിനെ റുക്കൂയിലായി പൊരിച്ചിട്ടുണ്ട്. പല കോലത്തിലും പൊരിച്ച് ഫ്രഷായി ഫ്രൈ ആയി ഇങ്ങനെ പുരാപ്പാളിന്റെ മറ്റൊക്കെ മുന്നിൽ ഇങ്ങനെ വലിയ തളികയിൽ വെച്ചാൽ എന്റെ നിയ്യത്ത് എന്താണ്? ബെന്നോലൊക്കെ സന്തോഷിപ്പിക്കലും അല്ലേ, മോമിനിയങ്ങളുടെ വയറിങ്ങനെ നിറയണത് കണ്ടിട്ട് ആനന്ദിക്കലും അല്ലേ. അതുപോലെ ഈ ഭക്ഷണത്തിലേക്ക് പിന്നെ ആകൃഷ്ടരായിട്ട് പല ആളുകൾക്കും നമുക്കും തമ്മിലുള്ള ഇടയിലുള്ള ബന്ധം സുദൃഢമാകലും, ഇങ്ങനെ പല ലക്ഷ്യങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് കണ്ടിട്ട് ഒരു മൊയ്ലാരായിരിക്കും ഞാന്. നാട്ടുകാരുടെ മുമ്പിൽ മൊയ്ലാരാണ്, അള്ളാഹുവിനൊക്കെ മൊയ്ലാരാണോ നല്ല തീരുമാനിച്ചോട്ടെ. നാട്ടുകാരെടുക്കൽ ചിലപ്പോ മൊയ്ലാരാവുമല്ലോ. അപ്പൊ ഇത് കണ്ടിട്ട് മൊയ്ലാരെ പോലെ തന്നെ അങ്ങനെയുള്ളത്. അപ്പൊ നമ്മക്ക് ഇവിടെ ഉണ്ടാക്കാ ഏത് വിഭവം ഉണ്ടാക്കാ. ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ, ഒരു തക്കാരം കഴിക്കുകയാണെങ്കിൽ ഇത് മാതൃകയാക്കിക്കൊണ്ട് നാട്ടിലുള്ള ആളുകളെല്ലാം ഇത് ചെയ്യാൻ തുടങ്ങി. അത് കണ്ടപ്പോ വേറെ പേർക്കാർ ചെയ്യാൻ തുടങ്ങി. അങ്ങനല്ലേ. ഇന്നൊരു ഉച്ചക്ക് ശാപ്പാടുണ്ടാക്കുകയാണെങ്കിലും പത്തിരി വേണം, പൊറാട്ട വേണം, പൂരി വേണം, നെയ്ച്ചോറ് വേണം, ബിരിയാണി വേണം, കബ്സ വേണം, പിന്നെന്താണ് പറയാൻ വിട്ടുപോയോ, എന്തെല്ലാം വേണം. ഇത് ഏതോ ഒരു സാധു നല്ല നിയ്യത്ത് വെച്ച് തുടങ്ങിയതായിരിക്കും. പക്ഷേ നാട്ടിൽ അത് വ്യാപിക്കാൻ തുടങ്ങി, പരക്കാൻ തുടങ്ങി, സാധു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. ഇനി ഒരു പാവപ്പെട്ട മനുഷ്യനൊരു സൽക്കാരം നടക്കാം. ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഒരു പത്തിരി ഉണ്ടാക്കാൻ തന്നെ ശേഷിയില്ല. പക്ഷെ ഇവനക്ക് നിർബന്ധമായ കീർത്തനകൾ വരുന്നു, സമൂഹം സമ്മതിക്കണില്ല. നീ എന്താ ഉണ്ടാക്കാൻ കണ്ടത്? ഞാൻ കുറച്ച് പത്തിരി ഇറച്ചി ഉണ്ടാക്കാണ്ട്. എന്താ ചങ്ങയ്യ, ഏത് കാലത്തെ ജീവിക്കണൊക്കെ വിവരമുണ്ടോ? ഇപ്പൊ അതൊന്നല്ല, പത്തിരി വേണം, പൊറാട്ട വേണം, പൂരി വേണം, അങ്ങനെ തസ്ബീഹ്മാരെടുത്ത് എണ്ണിക്കൊടുക്കുകയാണ്. ഈ തെറ്റായ കീഴ്വഴക്കം കൊണ്ട് എത്രയോ മുഅ്മിനീങ്ങൾക്ക് ബുദ്ധിമുട്ടാകാൻ കാരണമായ ഒരു മാതൃക പൊന്നു സഹോദരാ നാം സൃഷ്ടിച്ചു കൊടുക്കരുത്. നിയ്യത്തിന്റെ പേരിൽ പലതും കാട് കയറി പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിയ്യത്തൊക്കെ ശരിയാണ്, നിയ്യത്തിന്റെ മാസ്മരികതകളും ശരിയാണ്, നിയ്യത്തിന്റെ പേരിൽ ചില നല്ല ചടങ്ങുകൾ ഉള്ളതും ശരിയാണ്. അത് പിന്നീട് മറ്റുള്ളവർക്ക് പ്രയാസകരമാകുന്ന വിധത്തിൽ ഒരു തെറ്റായ മാതൃക പരസ്യമായി ചെയ്യുന്നതിൽ നിന്ന് പ്രത്യേകിച്ച് മാതൃകാപരമായി കാണിക്കേണ്ട മുഅ്മിനീങ്ങളും ഉസ്താദുമാരും അതുപോലെയുള്ള സമൂഹത്തിൽ കാരണവന്മാരായ ആളുകളും വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇനി അത് കണ്ടിട്ട് ഏതെങ്കിലും ഉസ്താദിന്റെ വീട്ടില് ചിലപ്പോ വലിയ മഹാന്മാരൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കി പോയപ്പോക്ക് എല്ലാവരും മാതൃകാക്കാരൻ നടക്കണ്ട. അത് ഉസ്താദിനെ പോലുള്ള ആളുകൾ മാതൃകയാക്കിയാൽ മതി. നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ആളുകളുടെ
അത് മാത്രം മാതൃകയാക്ക. എല്ലാ ഭാഗവും ഒപ്പിച്ച് പോണ്ടേ, ക്ലാസ് ആയാലും എന്തായാലും. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാ വിഷയത്തിലും നമുക്ക് ആഖിറത്തിന്റെ റഡാറ് മനസ്സിലുണ്ടായാൽ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാവും. അങ്ങനെ എല്ലാ ഭാഗവും ഒപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോണല്ലോ. ഒരേ ഹദീസ് കണ്ടാൽ പോരാ. ഇപ്പോ ഇൻഷാ അല്ലാഹ് ഒരു നിക്കാഹിന്റെ ഹദീസ് പഠിക്കുകയാണെങ്കിൽ ഞാനിവിടെ ഒന്ന് ഓതുന്നുണ്ട്. നമ്മൾ ഒരു ഭാഗം മാത്രം, പല ഭാഗങ്ങൾ ഇതിനുണ്ടാകും. എല്ലാം കൂടെ കേട്ടിട്ട് എല്ലാം കൂടെ ഒപ്പിച്ച് സമരസപ്പെട്ടു പോകാനുള്ള ഒരു തന്ത്രമാണ് ആലിമീങ്ങളോട് ചോദിച്ചുകൊണ്ട് നാം പഠിച്ചെടുക്കേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ചുരുക്കി പറഞ്ഞാൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നാം പഠിച്ച ക്ലാസുകളിലെല്ലാം നാം ആകത്തുക പഠിച്ചതെന്താണ്? മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യുന്ന നാട്ടുകാര്യങ്ങളിൽ പോലും, അഥവാ ആരാധനകളുടെ പ്രത്യേകമായ ലേബലിൽ അറിയപ്പെട്ടതല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അവകളെ ആരാധനയുടെ പട്ടികയിലേക്ക് പെടുത്തി തീർക്കാൻ പറ്റിയ ഉദാത്തമായ നിയ്യത്തുകൾ ഉണ്ട് എന്നാണ് നാം പറഞ്ഞു വരുന്നത്. നിയ്യത്തുകൾ ശരിയായി അതിൻ്റെതായ തനതായ വശത്തിലൂടെ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ആ രൂപത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ നിസ്കാരപ്പായ മാത്രമല്ല സ്വർഗം മണക്കുക, നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾ പോലും സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുന്നതാകും തരത്തിലായിത്തീരുമെന്നാണ് നാം പറയുന്നത്. നിയ്യത്തുകൾ, ഓരോ വിഷയത്തിനും ശരിയായ നിയ്യത്തുകൾ കിട്ടാത്തവർക്കുള്ള പരിഹാരം പോലും മഹാന്മാർ പഠിപ്പിച്ചു തരുന്നതായി കാണാൻ കഴിയും. മല്ലാ യുസ്സിർ നിയ്യത യുഖല്ലിദുൽ അകാബിറ മിനസ് സലഫി വയൻവി മാനവാ. കണ്ടില്ലേ, ഒരാൾക്ക് ശരിയായ നിയ്യത്ത് വെക്കാൻ കഴിയുന്നില്ല. ഈ പ്രവർത്തനത്തിന് പ്രചോദനമാകുന്ന ഉൾപ്രേരണയ്ക്ക് ശരിയായ കരുത്തിന് കാരണമായ അറിവ് ഇല്ല എങ്കിൽ അവൻ എന്തു ചെയ്യണം? മഹാന്മാർ പഠിപ്പിക്കുന്നു, അവന്റെ മുൻഗാമികളായ മഹാരഥന്മാരായ ആളുകളെ അവൻ അനുകരിക്കുക. വയൻവി മാനവ, അവർ കരുതിയതിനെ അവൻ കരുതുക. അങ്ങനെ അവർ കരുതിയത് അറിഞ്ഞെങ്കിലും പ്രശ്നമില്ലല്ലോ, പക്ഷെ അറിയാത്തതാണ് കുഴപ്പം. അപ്പൊ എന്താ എങ്ങനെ കരുതാം? മുൻഗാമികൾ കരുതിയതുപോലെ കരുതാന്ന് പറഞ്ഞാൽ മുൻഗാമികൾ കരുതിയത് അറിയണ്ടേ? അതിന് മഹാന്മാർ പറഞ്ഞു തരുന്ന ശൈലി, അവന് കിട്ടുന്ന നിയ്യത്തുകളൊക്കെ പരമാവധി ആവാഹിച്ചെടുക്കാൻ ശ്രമം നടത്തി അത് വെക്കുക. കിട്ടുന്നതിന് ശേഷം അല്ലെങ്കിൽ തീരെ കിട്ടാത്ത ആള് അവൻ പ്രഥമമായി എന്ത് കരുതുക? നവൈതു ബിഹാദൽ അമലി മാനവ സയ്യിദുനൽ ഫഖീഹുൽ മുഖദ്ദം മസലൻ വഫുലാനൻ വഫുലാനൻ മിമ്മ യഅലമു സാത്ത ഇൽമിഹി വമഅരിഫതി അവിത്തിലാഹു വലാ സ്വാലിഹിൻ നിയ്യാത്തി. ബഹുമാനപ്പെട്ട ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കർമ്മം, ഈ കർമ്മം കൊണ്ട് ഇതേ കർമ്മം ബഹുമാനപ്പെട്ട ഫഖീഹുൽ മുഖദ്ദം ചെയ്തപ്പോൾ, ബഹുമാനപ്പെട്ട ബാലവി തങ്ങൾ ചെയ്തപ്പോൾ, ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം ചെയ്തപ്പോൾ, ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ചെയ്തപ്പോൾ, ബഹുമാനപ്പെട്ട നവവി ഇമാം ചെയ്തപ്പോൾ, ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹു ചെയ്തപ്പോൾ, ബഹുമാനപ്പെട്ട അബുൽ ഖാസിം ഖുശൈരി റളിയല്ലാഹു അൻഹു ചെയ്തപ്പോൾ, ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു ചെയ്തപ്പോൾ, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഓരോ മഹാന്മാരും ഈ കർമ്മം ചെയ്തപ്പോൾ എന്ത് നല്ല കരുത്താണോ കരുതിയത്, ആ കരുത്തിന് ഈ കർമ്മം കൊണ്ട് ഞാനും ഇതാ കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയ്യത്ത് വെക്കുക. ആ ഉൾക്കരുത്തോടുകൂടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക. ഇത് പറഞ്ഞതാരാ? ബഹുമാനപ്പെട്ട ഐദുറൂസ് പാപ്പാണ്. കുത്തുബുകളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനാണ്. മഹാനവറുകൾ പറഞ്ഞു തരികയാണ്, എന്നെയും നമ്മെയും പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ചിലപ്പോൾ ചില വിഷയങ്ങളിൽ ശരിയായ കരുത്ത്, ഉൾപ്രേരണകൾ ശക്തിപ്പെട്ട് വന്നുകൊള്ളണമെന്നില്ല. അത് ആഖിറത്തിലേക്ക് എപ്പോഴും റഡാർ തിരിച്ചു വെച്ച് കിട്ടുന്ന സമ്മാനമാണ്. നല്ല നിയ്യത്തുകൾ എന്ന് പറയുന്നത് ഈ ദുനിയാവുമായി സമരസപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന, ദുനിയാവിൽ എപ്പോഴും ചിന്തിക്കുകയും
അതിനുവേണ്ടി ഓടിച്ചാടി നടക്കുകയും ചെയ്യുന്ന എന്നെ പോലെയുള്ള സാധുജനങ്ങൾക്ക് ചിലപ്പോൾ ശരിയായ നിയ്യത്തുകൾ മനസ്സിലേക്ക് ഓളം തള്ളി വന്നുകൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ബഹുമാനപ്പെട്ട അൽ ഹബീബ് ഐദ്രോസ് ബിൻ ഉമർ അൽ ഹബശി റളിയല്ലാഹു എന്ന് പറഞ്ഞു കൊടുക്കുന്നു, അവൻ കരുതേണ്ടത് നവൈതു ബിഹാദൽ അമലി മാ റവാ സയ്യിദുനൽ ഫഖീഹുൽ മുഖദ്ദം. മസലൻ, ഈ കർമ്മം കൊണ്ട് ഫഖീഹുൽ മുഖദ്ദം എന്തായിരുന്നു കരുതിയത്, അത് ഞാനും കരുതുന്നു. അല്ലെങ്കിൽ ഫുലാനും ഫുലാനും, ഇന്നാലിന്ന മഹാൻ കരുതിയതെന്താണോ, ഇന്നാലിന്ന മഹാൻ കരുതിയതെന്താണോ, ഈ കരുത്ത് ഞാനും കരുതുന്നു എന്ന് കരുതിക്കൊണ്ടാണ് ഏത് വിഷയത്തിലേക്കും ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇതേ രൂപത്തിൽ പ്രവർത്തിക്കാത്ത ആളുകളുടെ കാര്യം വളരെ ഡേഞ്ചറാണെന്നാണ് മഹാന്മാർ പറയുന്നത്. അവരുടെ കർമ്മത്തിൽ ഒരു ഫലം ഉണ്ടാവില്ല. കാരണം മറ്റ് ഏത് വിഷയങ്ങൾക്കും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, നിയ്യത്തിന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാന്നാണ്. നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തെന്ന് കർശനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുപോയി. പിന്നെയും പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്ന രൂപത്തിൽ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, ഇന്നമാലി കുല്ലിംറിഇൻ മാ നവ, കരുതിയത് മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇതേ ഐദോസ് ബിൻ ഉമർ അൽ ഹബശി റളിയല്ലാഹു അൻഹു തന്നെ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണല്ലോ, മഹാനുഭാവനോടൊരു ചോദ്യം വന്നു, അനി തഹിയ്യത്തി വസ്സലാമിൽ മുഅ്താദി മിനൻ നാസി അലാ ബഅദിഹിം വൽ ഇജാബത്തി അലൈഹി, മനുഷ്യന്മാര് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അഭിവാദ്യ കർമ്മമായി സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച സലാം അല്ലേ? മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം ചൊല്ലൽ എന്താ? പുണ്യകർമ്മമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശറാന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വേറെ സ്വഹാബി പറഞ്ഞപ്പോ എന്തായി? ഇശ്റൂനാന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞപ്പോഴോ സലാസൂന 30 എന്ന് പറഞ്ഞു. എന്താ നബിയെ 10, 20, 30 എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. അസ്സലാമു അലൈക്കും എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ ചുരുങ്ങിയത് 10 ഹസനത്താണ്. അതേ അളവിൽ കൊടുത്താ പോരാ റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ ആൾക്ക്, അപ്പൊ അയാൾക്ക് 10 കൂടി 20. അതേ അളവിൽ കൊടുത്താൽ പോരാ റഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ ആൾക്ക്, അപ്പൊ അയാൾക്ക് 10 കൂടെ കൂടി അങ്ങനെ 30. അത്രയും പവറുള്ള സാധനമാണ് സലാം എന്ന് പറയുന്നത്. ഞാനിപ്പോഴെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. സൗകര്യവും സമയമുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും സമയത്ത് പറയാം. അഭിവാദ്യ കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ച് കൂടുതൽ നമുക്കതിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ഞാനിപ്പോഴും അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷേ മഹാനായ ഐദുറുസ്ലാം ബാബനോട് ചോദ്യം വരുന്നത് എന്താണ്? ഉസ്താദെ, നമ്മൾ സാധാരണ കണ്ടുമുട്ടിയാൽ, പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയുമല്ലോ, അതിന് മറുപടി പറയുമല്ലോ വലൈക്കും അസ്സലാം എന്ന്. ഇതൊക്കെ അന്നവുമാക്കത് യക്കൂനാനിമാ ഗഫ്ലത്തിനൻ മശ്റൂഇയ്യതീമ വയക്കൂനാനി അല ജിഹത്തിൽ ആയതാ. അതൊക്കെ ചിലപ്പോൾ ഒരു സാധാരണ മനുഷ്യന്മാർ കണ്ടുമുട്ടുമ്പോൾ ചെറുപ്പത്തിലെ പരിചയമുള്ള ഒരു പരിപാടി എന്നുള്ള നിലക്ക് സംഭവിക്കുന്നതാണ് പലപ്പോഴും. അതിന്റെ പിന്നിൽ ശറഅ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നോ, അതൊരു പുണ്യകർമ്മമാണെന്നോ, അതിന് ഇന്നാലിന് കൂലിയുണ്ടെന്നോ പലരും ശ്രദ്ധിച്ചുകൊണ്ടല്ല അങ്ങനെ പറയാറുള്ളത്. അത് ചിലപ്പോൾ പള്ളിയുമായി തീരെ ബന്ധമില്ലാത്തവരും അത് ചെയ്തു വരാറുണ്ട്. അദ്ദേഹം അത് കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇന്നാലിന്ന പ്രാധാന്യങ്ങളും പ്രത്യേകതകളും പാരിതോഷികങ്ങളും ഓഫറുകളുമെല്ലാം ഉണ്ട് എന്നോ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കരുതിക്കൊണ്ടല്ല പലപ്പോഴും പലരും പ്രവർത്തിക്കുന്നത്. അത് വെൽക്കം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് പോലെ, അല്ലേ, നമസ്കാരം എന്ന് പറയുന്നത് പോലെ, അതുപോലെ അസ്സലാമു അലൈക്കും, യാളെ എളുപ്പമുള്ളത് എടുക്കുക, അയിൽപ്പെട്ട ഒന്ന് എന്നുള്ള നിലക്ക് പലവരും കണ്ടെത്തുന്ന ഒരു മാർഗമാണ്. ഇതിനപ്പുറം പലരുടെയും മനസ്സിൽ ശർഈയായ അതിന്റെ വശങ്ങളൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ ഫഹൽ യുസാബു അലാ ഹാദൽ അമലി ലികൗനിഹി മത്ലൂബൻ ശറഅൻ ഔ ലാ യുസാബു ലികൗനിഹി അതാബിയ അലാ ജിഹത്തിൽ ആദത്തി മാ ഗഫ്ലത്തി അൻ മശ്റൂഇയ്യതിഹി. അപ്പോൾ ഉസ്താദ്, ഇത് ശറഇൽ കൽപ്പിക്കപ്പെട്ടതാണല്ലോ എന്നതിന്റെ പേരിൽ കൂലി ലഭ്യമാകുമോ? അതല്ല, ഇവൻ ഒരു സാധാരണ പ്രവർത്തനം എന്ന നിലക്ക്, നാട്ടിലെല്ലാവരും ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന നിലക്ക് അവൻ ചെയ്യുന്നതിന്റെ പേരിൽ നിയ്യത്തോ അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ശർഈയായ വശമോ പരിഗണിക്കാതെ ചെയ്യുന്നതിന്റെ പേരിൽ കൂലി ലഭ്യമല്ലാതെ പോകുമോ?
ഏതാണ് ഇതിന്റെ മറുപടി എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഐദ്രൂസ് സാപ്പാപ്പ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? فأجاب بأن الأعمال بالنيات ولا يثاب إلا إن نوى به السنة وطلب الثواب عليه على مذهب إمامنا الشافعي. ബാങ്ക് കൊടുക്കുന്നു. അപ്പോൾ മഹാനായ അൽ ഹബീബ് സയ്യിദുന ഐദ്രൂസ് ഇബ്നു ഉമർ അൽ ഹബശി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു വിട്ടുവീഴ്ചയില്ലാണ്. മഹാനവറുകൾ പറയുന്നത് ഒരു വിട്ടുവീഴ്ചയില്ല. ഒരു മനുഷ്യൻ സലാമോ അഭിവാദ്യ കർമ്മങ്ങളോ ചെയ്യുമ്പോൾ പോലും ലാ യുസാബു ഫലാ യുസാബു ഇല്ലാ ഇൻ നവാ ബിഹി സുന്നത വ തലബ സവാബി അലൈഹി. ആ പ്രവർത്തനം കൊണ്ട് അവൻ സുന്നത്തിനെ കരുതുകയും അതിന്റെ പേരിൽ പ്രതിഫലം തേടുകയും ചെയ്യാത്ത പക്ഷം ശാഫഈ മദ്ഹബ് അനുസരിച്ച് അവന് പ്രതിഫലം ഇല്ലാന്നാ പറയുന്നത്. അത് എല്ലാ വിഷയങ്ങളിലും അങ്ങനെയാ. ഞാനതാ പറഞ്ഞത്, ത്വാഅത്ത് ആദാത്തായി മാറും, ആദാത്ത് ത്വാഅത്തായി മാറും. എല്ലാം ബിൻ നിയ്യാത്തി വ അദ്മിൻ നിയ്യാത്ത്. സാധാ വിഷയങ്ങൾ ഇബാദത്തുകളായി മാറും നിയ്യത്ത് കൊണ്ട്. ഇബാദത്തുകൾ സാധാരണ കാര്യമായി മാറും നിയ്യത്തില്ലാതിരിക്കൽ കൊണ്ട്, നിയ്യത്ത് വഴിമാറൽ കൊണ്ട്. ഇപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും വളരെ അഫ്ളലായ വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മം നാം ഒക്കെയും ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇബാദത്താണ്. പക്ഷെ നമ്മുടെ ലിസ്റ്റിൽ അതൊക്കെ ആദത്താണ്. എന്താണ്? മിസ്വാക്ക്, ബ്രഷ് ചെയ്യൽ. എത്ര വലിയ ഫളീലത്തുള്ള കാര്യമാണ്. മഹാന്മാര് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതും ബിസിവാകി ഇൻദ കുല്ലി വൂഉ. എന്റെ ഉമ്മത്തിന്റെ മേലിൽ പ്രയാസകരമായി ഞാൻ പേടിച്ചില്ലായിരുന്നെങ്കിൽ ബ്രഷ് ചെയ്യലിനെ, മിസ്വാക്ക് ചെയ്യലിനെ അവർക്ക് നിർബന്ധമായി ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഹദീസോ ഇങ്ങനെയുള്ളൊരു കൽപ്പനയോ ഇസ്ലാമിക ശരീഅത്തിൽ അത് സുന്നത്തായി നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന ധാരണയിൽ മിസ്വാക്ക് ചെയ്യുന്നവർ, ബ്രഷ് ചെയ്യുന്നവർ വളരെ കുറവാണ്. കുഞ്ഞുങ്ങളെ വരെ അത് പഠിപ്പിക്കാൻ മാതാപിതാക്കൾ പോലും സന്നദ്ധരല്ല. കുട്ടികൾക്ക് പോലും അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നിയ്യത്ത് ശരിപ്പെടുത്താൻ മാതാപിതാക്കൾ തയ്യാറല്ല. നിന്റെ പല്ല് കേടാകുന്നുണ്ട്, നിന്റെ പല്ല് കണ്ടില്ലേ കേടാകുന്നത്, ബ്രഷ് ചെയ്യാത്തതുകൊണ്ടാ, ബ്രഷ് ചെയ്യ്. പല്ല് കണ്ടോ പുഴുക്കുത്തിപ്പോകും, രോഗാണുക്കൾ നിറഞ്ഞു പോകും, അതുകൊണ്ട് ബ്രഷ് ചെയ്യ്. ഇങ്ങനെയല്ലാതെ ബ്രഷ് ചെയ്താൽ നിനക്ക് ഇന്ന നേട്ടമുണ്ട്, നമ്മുടെ നേതാവ് കൽപ്പിച്ചതാണ്, അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് പോലും കഴിയാത്ത വിധം, ധാർമ്മികമായി അവകാശമില്ലാത്ത വിധം അവരുടെ കർമ്മങ്ങൾ പോലും, മിസ്വാക്ക് എന്ന ഉദാത്തമായ ആരാധന പോലും സാധാരണ കർമ്മമായി സാധാവൽക്കരിക്കപ്പെട്ടു പോയി. കണ്ടില്ലേ, മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിവാക്ക്, മിസ്വാക്ക് എന്ന് പറയുന്നത് ശർഈയായ വിധികൾ തന്നെ. 4 തരം വിധികൾ മിസ്വാക്ക് ചെയ്യുന്നതിന് ഉണ്ട് എന്ന് പോലും പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. മിസ്വാക്ക് ചെയ്താലേ വായിലുള്ള നജസ് നീങ്ങിപ്പോവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാണ്. ജുമുഅ പോലുള്ള കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ, സമൂഹമധ്യയിലേക്ക് പോകുന്ന സമയത്ത് വായിലുള്ള ദുർഗന്ധം പോകണമെങ്കിൽ മിസ്വാക്ക് ചെയ്താലേ പോവുമെങ്കിൽ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്, മറ്റൊരാളുടെ സമ്മതമില്ലാതെ, അയാൾക്ക് പൊരുത്തമില്ലാതെ മറ്റൊരാളുടെ മിസ്വാക്ക് എടുത്തുകൊണ്ട് പല്ല് തേച്ചാൽ അത് ഹറാമാണ്. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്.
ഏത് സമയത്തും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ഇങ്ങനെ 4 വിധികൾ മിസ്വാക്കിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വിധികൾ പക്ഷേ മിസ്വാക്ക് നിത്യശീലായി നിത്യേന ചെയ്തു വരുന്ന മുഅ്മിനീങ്ങളുടെ മനസ്സുകളിൽ പലവരുടെയും മനസ്സുകളിലില്ല. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വലഹു ഫവായിദു കതീറത്തുൻ ഔസല ബഅ്ദുഹും ഇലാ നൈഫിൻ വസബഈൻ. 70 ചില്ലാം നേട്ടങ്ങളാണ്, 70ൽ പരം നേട്ടങ്ങളാണ് ബ്രഷ് ചെയ്യുന്നതിന്, മിസ്വാക്ക് ചെയ്യുന്നതിന് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. 70ൽ പരം നേട്ടങ്ങൾ മിസ്വാക്ക് ചെയ്യുന്നതിനുണ്ട്. 1, 2, 3, 4, 5, 6 അല്ല. പക്ഷെ അതിൽ കൂടുതലും ശർഈയായ വശമാണ്. ഭൗതികമായ വശങ്ങളും അതിന്റെ പിന്നിലുണ്ട്. പക്ഷേ ശർഈയായ വശങ്ങൾ പരിഗണിക്കാൻ പലരും തയ്യാറല്ല. ഭൗതികമായ വശങ്ങൾ മാത്രമേ എല്ലാവരെയും റഡാറിലുള്ളൂ, മനസ്സിലുള്ളൂ. നോക്കൂ, പണ്ഡിതന്മാര് പറഞ്ഞു, മിസ്വാക്ക് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളിൽ പറഞ്ഞ ചിലത് നിങ്ങളൊന്ന് കേൾക്കൂ. അന്നഹു യുതഹിറുൽ ഫമാ വയുദിർ റബ്ബ വയുബയ്യുൽ അസ്നാന വയുതയ്യിബുൻ നക്കാത വയുസവിയുൽ ലുഗ്റ വയുശുദ്ദുൽ ലുഫ്ത വയുബത്തിഉ ശൈബ വയുസഫിൽ ഖൽഖ വയുസഖിൽ ഫിത്ര വയുവാഫുൽ അജ്റ വയുസഖിറുൻ നസ്അ വയുദ്കുറു ശഹാദത ഇൻദൽ മൗത്ത്. സുബ്ഹാനല്ലാഹ്, വായെ ശുദ്ധീകരിക്കുന്നു, റബ്ബിന്റെ പൊരുത്തം നേടാൻ കഴിയുന്നു. പല്ലുകളെ വെളുപ്പിക്കുന്നു, വായ്നാറ്റം ശുദ്ധമാക്കുന്നു, മുതുകിനെ നേരെയാക്കുന്നു, ഊനിനെ ഉറപ്പിക്കുന്നു, നിരയെ താമസിപ്പിക്കുന്നു, സൃഷ്ടിപ്പിനെ ക്ലിയറാക്കുന്നു, ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നു, കൂലിയെ ഇരട്ടിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മയ്യത്ത് മരണപ്പെടുന്ന സമയത്ത് റൂഹ് എളുപ്പം പോകാതെ കഷ്ടപ്പെട്ടുകൊണ്ട് അല്ലേ ദിവസങ്ങളോളം വായു പോകാതെ വായൊന്ന് പോയി കിട്ടാൻ അഥവാ റൂഹൊന്ന് പോയി കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ഘട്ടമുണ്ടാകാറുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷ കിട്ടും. മാത്രമല്ല യുദക്കിറു ഷഹാദത ഇൻദൽ മൗത്ത്, മരണസമയത്ത് അത് ഷഹാദത്ത് കലിമയെ ഓർമ്മിപ്പിച്ചു തരും. മിസ്വാക്കിന്റെ വിസ്മയങ്ങളാണ്. പതിവായി ഏത് സമയത്തും മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, മിസ്വാക്കിന്റെ സമയങ്ങൾ അല്പം ഞാൻ എണ്ണിത്തരാം. അതൊരാൾ പതിവായി ചെയ്താൽ അവന് ഭക്ഷണത്തിൽ വിശാലത കിട്ടും, ഐശ്വര്യം കിട്ടും, സാമ്പത്തികമായ വികസനം കിട്ടും. മായ സുഗന്ധമാകും. തലവേദനയെ അടക്കിക്കളയും. തലക്ക് മുകളിൽ അല്ലെങ്കിൽ തലഭാഗത്ത് സംഭവിക്കുന്ന എല്ലാ വേദനകളും കഫങ്ങളും ബുദ്ധിമുട്ടുകളും പോയി കിട്ടും. പല്ലുകൾക്ക് ശക്തി കിട്ടും. കാഴ്ചക്ക് നല്ല ക്ലിയറായ കാഴ്ച കിട്ടും. നന്മകളിൽ വർധനവ് കിട്ടും. മലക്കുകളെ സന്തോഷിപ്പിക്കും. മലക്കുകൾ ഈ മിസ്വാക്ക് പതിവാക്കുന്നവനെ മുസാഫഹത്ത് ചെയ്യും, ഹസ്തദാനം ചെയ്യും. ലിനൂരി വജ്ഹിഹി, അവന്റെ മുഖത്തിന്റെ പ്രകാശം കാരണത്താൽ. വതുശയ്യിഹു ഇദാ ഖറജ ലിസ്സലാഹ്, മിസ്വാക്ക് ചെയ്തവൻ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അവൻ അനുഗമിക്കും, യാത്രയപ്പ് കൊടുക്കും. മലായിക്കത്തിന്റെ പ്രവർത്തനമാണ്. വയുത്തൽ കിതാബ് ബിൽ യമീൻ, അവന്റെ കിതാബിനെ വലതു കൈയിൽ കൊടുക്കപ്പെടും. വതുദ്ഹിബുൽ ജുദാം, കുഷ്ഠരോഗം നീക്കിക്കളയും. അതുപോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. വതൻമിൽ മാല വൽ ഔലാദ്, സാമ്പത്തികമായും സന്താനങ്ങളാലും വർധനവും വികസനവും ഉണ്ടാകും. വതുആനിസുൽ ഇൻസാന ഫീ ഖബരി, മനുഷ്യന് ഖബറിൽ നേരം പോക്കിന് കാരണമാകും. വയതീഹി മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം ഇൻദ ഖബറി റൂഹിഹി ഫീ സൂറത്തിൻ ഹസന, മലക്കുൽ മൗത്തുവിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നത് നല്ല രൂപത്തിലായിരിക്കും, നല്ല ഫോട്ടോയിലായിരിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം എണ്ണിയാൽ എത്രയാ എണ്ണാനുള്ളത്? സുബ്ഹാനല്ലാഹ്, 70ൽ പരം കാര്യങ്ങൾ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ നേട്ടങ്ങളായി മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത് പക്ഷേ ഇതിൽ ചിലരൊക്കെ ഭൗതികമായ കാര്യങ്ങളുമുണ്ട്.
പക്ഷെ അത് ഞാൻ പറഞ്ഞതുപോലെ ആഖിറത്തിൻ്റെതാക്കി മാറ്റാൻ കഴിയും. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ അത് വിത്തമായിട്ട് അനുബന്ധമായി കരുതുന്നതിന് കുഴപ്പമില്ല. പ്രധാനമായി കരുതേണ്ടത് ആഖിറവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ പൊരുത്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതോട് കൂടെ അങ്ങനെ അത് ഈ വിഷയം മാത്രമല്ല, അത് മിസ്വാക്ക് മാത്രമല്ല. ചിലപ്പോഴൊക്കെ നാം ചെയ്യുന്ന ചില കർമ്മങ്ങൾക്ക്, നല്ല നല്ല കർമ്മങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ചില സൂറത്തുകളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഭൗതികമായ നേട്ടങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയല്ലേ? ചില പ്രവർത്തനങ്ങൾക്ക്, ചില ആരാധനകൾക്ക് തന്നെ ആഖിറത്തിന്റെ കൂലിക്ക് പുറമെ ഭൗതികമായ നേട്ടം പറഞ്ഞിട്ടുണ്ട്. അവൻ ആ ഭൗതികമായ നേട്ടം കരുതിയ കൂലി കിട്ടോ ഇല്ലേ എന്ന് മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ ബഷീർ റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയാ, യംബഗീലിൽ അബദീദ ഖറാശൈഅ മിനൽ ഖുർആനി വശൈഅ മിനൽ അദ്കാർ അല്ലത്തി വറദ ഫിഹാ അന്ന മൻ ഖറഅഹാ യഖൂൽ ലഹു കദാ മിനൽ മതാലിബി ദുനിയവിയ്യത്തി ഔ യുദ്ഫഉ അൻ കദാ മിനൽ ബലിയാത്തി ദുനിയവിയ്യത്തി കമാ വറദ അന്ന സൂറത്തുൽ വാഖിയത്തി മൻ ഖറഅഹാ ലം തുസിബഹു ഫാഖാ ഇലാ ഗൈരി ദാലിക മിമ്മാ വറദ മിൻ ഹാദൽ ഖബീൽ അയ്യൻബിയ ബിഖറാഅത്തി ദാലിക ഇംതിസാൽ അംരി വതലബൽ അജ്രിൽ ഉഖ്റവി വതഅബ്ബുദി വയകൂനുൽ മഖ്സൂദുൽ ആജിലത്തി തവല്ലി ദാലിക ലാസ്ലാത്ത്. എന്താ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്? ചിലപ്പോ ഖുർആനിന്റെ വല്ലതും ഓതുകയാണെങ്കിൽ, വല്ല ദിക്റും ചൊല്ലുകയാണെങ്കിൽ, ആ ദിക്റിന്റെയോ ആ ഖുർആന് ഓതുന്നതിന്റെയോ പിന്നിൽ ദുന്യവിയായ ചില ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ വലിയ ഭൗതികമായ പരീക്ഷണങ്ങൾ നീങ്ങിപ്പോകലോ, ദുന്യവിയാവുന്ന നേട്ടങ്ങൾ കിട്ടലോ അതുമായി കണക്റ്റഡായി വന്നിട്ടുണ്ടാവും. അതിന്റെ നേട്ടങ്ങളായി എങ്ങനെ വന്നാൽ അതിന് ഉദാഹരണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ ഓതുന്ന ആൾക്ക് ലം തുസിബുഹു ഫാഖത്തുൻ അബദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. അവനൊരിക്കലും ദാരിദ്ര്യം അവനെ തൊട്ട് തീണ്ടുകയില്ല. സൂറത്തുൽ വാഖിയ പതിവാക്കി വരികയാണെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സൗകര്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് അല്ലാഹു തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചില പ്രത്യേക സൂറത്തുകളുടെയൊക്കെ ഫായിദകൾ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് കടന്ന സമയം നമ്മുടെ വിഷയം വഴിമാറിപ്പോ. സൂറത്തുൽ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം പിടികൂടുകയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള പലതും അതിന്റെ പിന്നിൽ നേട്ടങ്ങളായി ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ഭൗതികമായ നേട്ടമാണ്. ദാരിദ്ര്യം ഒഴിവായി പോകാനുള്ള ഭൗതികമായ നേട്ടം. ഇത് ഒരാള് വാക്യ സൂറത്ത് ഓതുമ്പോൾ കരുതിയാൽ അവന്റെ കർമ്മം സ്വീകരിക്കപ്പെടുമോ, അവന് കൂലി കിട്ടുമോ, അവൻ എന്താണ് ചെയ്യേണ്ടത്, ആ കർമ്മം സ്വീകരിക്കപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞത് അയ്യൻവിയ ബിഖറാഅത്തി ദാലിക ഇംതിസാലൽ അംരി വതലബൽ അജ്രിൽ ഉഖ്റവി വതഅബ്ബുദ് വയകൂനു മഖ്സൂദുൽ ആജിലത്തി തബഅൻ ലിദാലിക ലാ അസ്ലാ. അവൻ അടിസ്ഥാനപരമായ ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനയെ ഞാൻ അംഗീകരിക്കുന്നു, പാരത്രികമായ ലോകത്ത് നേട്ടം കിട്ടണം, അള്ളാഹിന്റെ പൊരുത്തം കിട്ടണം, ഇത് അടിസ്ഥാനപരമായി കരുതുകയും വയകൂനു മഖ്സൂദുൽ ആജിലത്തി തബഅൻ ലിദാലിക, ഭൗതികമായ നേട്ടങ്ങളെ അതിന്റെ അനുബന്ധമായി അവൻ കരുതുക. അല്ല അസുരൻ അടിസ്ഥാനപരമായിട്ടല്ല. അടിസ്ഥാനപരമായി ആഖിറത്തിന്റെ കാര്യം കരുതുക, പിന്നെ അനുബന്ധമായി മാത്രം ഏത് കരുതുക, ദുന്യാവിന്റെ വിഷയം കരുതുക. അതിന്റെ പിന്നിൽ വന്നിട്ടുള്ള ദുന്യാവിന്റെ വിഷയങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യപ്പെടാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പറ്റിയത്, കടങ്ങൾ വീടാൻ പറ്റിയത്, മറവി നീങ്ങാൻ പറ്റിയത്, ബുദ്ധിശക്തി കൂടാൻ പറ്റിയത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഹദീസിലും ഖുർആനിലും വന്നിട്ടുള്ള ദിക്റുകളും ഖുർആനിന്റെ ആയത്തുകളും അതുപോലെയുള്ള ചില കർമ്മങ്ങളും പലതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായ അതിന്റെ മസലകൾ പഠിക്കണമല്ലോ, അതിനുവേണ്ടിയാ പറയുന്നത്. ചില ആളുകളെ ഈ ഭൗതികം മാത്രമേ കാണുള്ളൂ. ഇന്ന നേട്ടമുണ്ടില്ല എന്നാ ചെയ്യാം. ചില ആള് സ്വലാത്ത് കൊണ്ട് എന്ത് മാത്രം, കടം വീടല് മാത്രം. അങ്ങനല്ല. സ്വലാത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്തിന്റെ നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല. സ്വലാത്ത് ചെല്ലുന്ന ആളുകളാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ 100% ആളുകൾ സ്വലാത്തിൽ നിന്നവരാണെന്നാണ് എന്റെ വിശ്വാസം. അവർക്ക് വേണ്ടി ഒരു ദിവസം സെപ്പറേറ്റ് സ്വലാത്തിന്റെ നിയ്യത്ത് എത്ര കനം വർദ്ധിപ്പിക്കാൻ കഴിയണം, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പരമാവധി ഒരു ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വലാത്ത് ചെല്ലുമ്പോ ഒരു സമ്മാനം കിട്ടാൻ വേണ്ടി മാത്രം സ്വലാത്ത് ചെല്ലുന്ന അവസ്ഥയിലേക്ക് വന്ന് സ്വലാത്തൊക്കെ മാറിയിട്ടുണ്ട്. എന്തെങ്കിലും അവാർഡ് പ്രഖ്യാപിക്കുക, 1 ലക്ഷം സ്വലാത്ത് ഇന്ന അവാർഡ്, അല്ലെങ്കിൽ ഇന്ന നേട്ടം,
അങ്ങനെയല്ല. സ്വലാത്തിന്റെ പിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെല്ലാം ഫായിദകളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യാം. ഞാൻ പറയുന്നത് എന്താ, ഈ ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിൽ ബന്ധപ്പെട്ടുകൊണ്ട് കണക്റ്റഡായി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അനുബന്ധമായി കരുതുന്നത് കുഴപ്പമില്ല. അടിസ്ഥാനപരമായി ഏത് കരുതിക്കൊള്ളണം? ആഖിറത്തിന്റെ ലക്ഷ്യം കരുതിക്കൊള്ളണം. ഇത് മാത്രമല്ല സഹോദരന്മാരെ, എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. എല്ലാ വിഷയങ്ങളും അങ്ങനെയെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ മഹാന്മാർ പറയുന്നതായി, ഗസാലി ഇമാമിനെ പോലുള്ള മഹാന്മാർ പറയുന്നതായി കാണാൻ കഴിയും. ലൗ നവാമാൽ ഇബാദത്തി ഗൈറഹാ കസഫറിൽ ഹജ്ജി വത്തിജാറത്തി ഔ നവൽ വുദൂഅ വിൽ ഗുസ്ല വ തബറുദ ഔ നവസ്സൗമ വത്തദാവിയ വനഹവ ദാലിക ഫല്ലദി ഖാറഹു ഇബ്നു അബ്ദിസ്സലാം അന്നഹു ലാ അജ്റ ലഹു മുത്ലഖൻ തസാവൽ ഖസ്താനി അംലാ. പണ്ഡിതന്മാർ ചർച്ചക്കിട്ടത് ഞാൻ വായിക്കുകയാണ് സഹോദരന്മാരെ, നിങ്ങളെ വെറുപ്പിക്കുകയല്ല. ഒരാള് ഹജ്ജിന് പോകുന്ന സമയത്ത് ഹജ്ജ് പ്ലസ് ബിസിനസ് എന്ന് കരുതിയാൽ, അല്ലെങ്കിൽ ഒരാൾ കുളിക്കുമ്പോൾ സുന്നത്തായ കുളി പ്ലസ് തബറുദ് തണുപ്പ് കിട്ടാന് എന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഒരാള് നോമ്പ് നോൽക്കുകയാണ്, ആഖിറത്തിൽ കൂലി കിട്ടണം പ്ലസ് എന്റെ വയറൊക്കൊന്ന് ശുദ്ധിയാകണം, അല്ലെങ്കിൽ ആരോഗ്യം ശരിയാകണം. ആണുണ്ടല്ലോ, ആരോഗ്യം ശരിപ്പെടാൻ വേണ്ടി ചില ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ഇസ്ലാം മതത്തിൽ പ്രവേശിക്കാത്ത ആൾക്കാർ പോലും നോമ്പ് നിൽക്കണ കാലഘട്ട. അപ്പൊ അങ്ങനെ മറ്റൊന്നിനെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ആഖിറത്തിലേക്ക് പ്രത്യേകമായി പഠിപ്പിച്ച ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഭൗതികമായ നേട്ടങ്ങളും കൂടി കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരാൾ ചെയ്താൽ അതിന്റെ വിധി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അന്നഹു ലാ അജ്റ ലഹു മുത്ലഖന്ന, അവന് തീരെ അത് രണ്ട് ഉദ്ദേശവും കെടാക്കട സമമായി നിന്നാലും ശരി, ഒന്നിനെ കുറച്ച് മുൻതൂക്കുണ്ട് മറ്റേത് അത്രയില്ല, എന്നാലും ശരി മുത്തലക്ക നിലക്ക് നിരുപാധി അവന് കൂലില്ലാണ്. പക്ഷെ ഗസാലി ഇമാം പറഞ്ഞു അങ്ങനല്ല, അവന്റെ ആ പ്രവർത്തനത്തിന്റെ മേലിൽ ഏറ്റവും ശക്തമായ പ്രചോദനം ഏതാണോ അതിനനുസരിച്ചുണ്ടാവും. ശക്തമായ പ്രചോദനം ആഖിറത്തിന്റെ കാര്യമാണെങ്കിൽ സ്വീകരിക്കപ്പെടും. ശക്തമായ പ്രചോദനം ദുനിയാവിന്റെ കാര്യം, ആഖിറത്തിന് ബാക്കിൽ ഇങ്ങനെ ആഖിറം പോണെന്നേ ഉള്ളൂ എന്നാൽ ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ചില മഹാന്മാരായ ആളുകൾ. പിന്നെ സ്വഹാബത്ത് തന്നെ കച്ചവടത്തിൽ ഈ ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് മിനയിൽ വെച്ച് ഈ കച്ചവടം ചെയ്യുന്നത് ഒരു വലിയ കുറ്റായിട്ട് കണ്ട സ്വഹാബത്ത്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയതെന്ന ലൈസാലിക്കും ജിയാഹുന്നൻ തബ്തഗൂ ഫളൻ മിൻ റബ്ബിക്കും, കുട്ടിരെ നിങ്ങൾ ഹജ്ജിന് പോകുന്ന സമയത്തും റബ്ബിന്റെ ഔദാര്യം വല്ലതും നിങ്ങൾ തേടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ഹജ്ജിന് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അതിന് കുഴപ്പമല്ല. കരിന്തീർത്തിന്റെ ഒരു രാജ്യം അദ്ദേഹം 10-22 ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹത്തിന് ഖബറുള്ളവർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാണ്. അദ്ദേഹം എന്റെ ഉസ്താദ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഹജ്ജിന് പോവുകയാണെങ്കിൽ ആ യാത്രയിൽ അടുത്ത ഹജ്ജിനുള്ള കാശ് ഉണ്ടാക്കിയിട്ട് ആള് വരികയാണ്. അതായത് അദ്ദേഹം ഇവിടുന്ന് പോകുന്ന സമയത്ത് കുറെ കോട്ടന്റെ തുണികളും മറ്റൊക്കെ കൊണ്ട് ലഗേജായിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അത് അവിടെ വെച്ച് ഹജ്ജൊക്കെ കഴിഞ്ഞതിന് ശേഷം മീനയിലും അവിടെ ഇവിടൊക്കെ വെച്ചിട്ട് വിൽക്കും. അപ്പൊ നല്ല ലാഭം കിട്ടും, കുറെ വരുമാനമായി. പിറ്റേത് വർഷത്തിന് ഏകദേശം ഹജ്ജിന് അപേക്ഷിക്കാൻ, പഴയ കാലത്ത് അങ്ങനെയാണല്ലോ, കുറഞ്ഞ പൈസ മതി, അതുകൊണ്ട് അവർ ഹജ്ജ് ചെയ്യാൻ പോകും. അങ്ങനെയാണ് അദ്ദേഹം എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നത് എന്ന് ഉസ്താദ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അടിസ്ഥാന ലക്ഷ്യം, അതൊക്കെ ആഖിറത്തിന്റെ ലക്ഷ്യമാണ്. അതിന്റെ അനുബന്ധമായ ചില ലക്ഷ്യങ്ങളതിന് കുഴപ്പമില്ല. ഇതൊക്കെ സംശയങ്ങൾക്ക് ചാൻസ് ഉണ്ടായത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ത്വാഅത്തുകൾ വരെ നിയ്യത്തുകൾ ശരിപ്പെടാതെ പോയാൽ, ഭൗതികമായ കരുത്തുകൾ വന്നാൽ അത് ആദാത്തായി മാറിപ്പോവാ. അതിൽപ്പെട്ടൊന്നാണ് നമ്മുടെ മിസ്വാക്കിനെ പറയുന്നത്. നോക്ക് നിങ്ങൾ, മിസ്വാക്കിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റക്അത്താനി ബിസിവാക്കിൻ അഫ്ളു മിൻ 70 റക്അത്തൻ ബിലാ സിവാക്ക്. മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് മിസ്വാക്ക് ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് 70-നെയാണ് മറികടന്നിരിക്കുന്നത്. 2 70-നെയാണ് ഓവർടേക്ക് ചെയ്തിരിക്കുന്നത്. എന്താ 2ന്റെ പ്രത്യേകത? മിസ്വാക്ക് ചെയ്തുകൊണ്ട് ചെയ്തതാണ്. സുബ്ഹാനല്ലാഹ്. മഹാന്മാര് പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ എത്ര വട്ടം ഖുർആൻ ഓതാറുണ്ട്? ഒരു
ഒരു ചെറിയ അറാക്കിന്റെ കഷ്ണം എന്റെയും നമ്മുടെയും കയ്യിലുണ്ടായാൽ ഒരു വലിയ മുഅക്കദായ സുന്നത്ത് കിട്ടുകയാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുതിയാൽ മിസ്വാക്ക് ചെയ്യുന്ന പ്രതിഫലം കിട്ടുകയാണ്. ويتأكد أيضا لتلاوة قرآن أو حديث أو علم شرعي. ഖുർആൻ പാരായണം ചെയ്യാൻ, ഹദീസ് ഓതാൻ, ശറഈയായ ഇൽമ പഠിക്കാൻ, ഔ തഗയ്യിര് ഫമിൻ, അല്ലെങ്കിൽ വായ പകർച്ചയായാൽ, ഉറക്കുകൊണ്ടോ വെറുക്കപ്പെടുന്നത് തിന്നുകൊണ്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടോ വായ്ക്ക് വ്യത്യാസം വന്നാൽ ബ്രഷ് ചെയ്യൽ മുഅക്കദായ സുന്നത്താണ്. ഔ സിന്നിൻ ബിനാഇ സിഫ്റത്തിൻ, വായല്ല ചിലപ്പോൾ പല്ലിന് വ്യത്യാസം വരും, പകർച്ച വരും, മഞ്ഞ കളർ വരും, അപ്പോഴും മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം മുഅക്കദായ സുന്നത്താണ്. അവസ്ഥീഖാലും മിൻ നൗമിൻ വഇറാദത്തി, അല്ലെങ്കിൽ ഉറക്കിൽ നിന്ന് ഉണർന്നാലോ ഉറങ്ങാൻ ഉദ്ദേശിച്ചാലോ, ഉറക്കിൽ നിന്ന് ഉണർന്നാൽ മാത്രമല്ല ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചാലും മിസ്വാക്ക് സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. പള്ളിയിൽ പ്രവേശിച്ചാൽ, വീട്ടിൽ പ്രവേശിച്ചാൽ, അത്താഴ സമയത്ത്, മരണമാസന്നമായാൽ, ഈ സമയത്തൊക്കെ മിസ്വാക്ക് ചെയ്യൽ മുഅക്കദായ സുന്നത്താണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് മഹാനായ ഇമാം സൈനുദ്ദീൻ മാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറയാ, വയംബഗി അൻ ജൻവിയ ബിസ്സിവാക്കി സുന്നത ലിയുസാബ അലൈഹി. ഇത് മനുഷ്യന്റെ പക്കൽ നിന്ന് ഒരു ആദത്തായി സംഭവിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് എന്നതിന്റെ പേരിലാണ് മഹാനായ സൈനുദ്ദീൻ മാബിർ റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നത്. കൂട്ടരെ, വയംബഗി, വളരെ അനിവാര്യമാണ്, അയ്യൻവിയ ബിസ്സിവാക്കി, മിസ്വാക്ക് കൊണ്ട് അവൻ കരുതിക്കൊള്ളണേ, അസുന്നത്ത, സുന്നത്തിനെ കരുതിക്കൊള്ളണേ, ലിയുസാബ അലൈഹി, അതിന്റെ മേലിൽ കൂലി കിട്ടണമെങ്കിൽ കരുതിക്കൊള്ളണേ. കണ്ടില്ലേ, നമ്മളൊക്കെ എത്ര വട്ടം ചെയ്യുന്നുണ്ട്. വയുന്തബു തഖ്ലീലു ഖബല സിവാക്കി വബഅദഹു മിൻ അസ്രി ത്വആം. പല്ലുകുത്തി എല്ലാ കല്യാണ വീട്ടിലും സർക്കാർ സ്ഥലത്തും വണ്ടിയിൽ വരേണ്ട പല്ലുകുത്തി. ഈ പല്ലുകുത്തി എന്താ പറയാ, പല്ലുകുത്തി എന്നുള്ള നാടൻ ഭാഷയിൽ പോയി. ഏതായാലും ആ സാധനം കൊണ്ട് പല്ല് കുത്തുന്നത് സുന്നത്താണ്. പണ്ഡിതന്മാർ എഴുതി വെക്കുക. നമ്മൾ എത്ര വട്ടം കുത്തിയിട്ടുണ്ട് സഹോദരന്മാരെ, എത്ര പാക്കറ്റ് നമ്മുടെ അടുത്ത് തീർന്നിട്ടുണ്ട്, എത്ര ഈള് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടൂത്ത് പിക്ക്, തിരിയാത്ത മനുഷ്യന്മാരുണ്ടെങ്കിൽ ടൂത്ത് പിക്ക്, അതുകൊണ്ട് എത്ര നമ്മുടെ പല്ല് കുത്തിയിട്ടുണ്ട്. സുന്നത്താണെന്ന കരുത്ത് എപ്പോഴെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന എത്ര ആൾക്കാരുണ്ട് പേര്? 300 ആളുകൾ, 300 കമ്പ്യൂട്ടർ തുറന്നു വെച്ചിട്ടുണ്ട് അല്ലെ? ഫോൺ വിടോ? ഇല്ല. അപ്പൊ 300 കമ്പ്യൂട്ടർ തന്നെ ഉണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന മോമിനിങ്ങളെ എനിക്കും എന്തെങ്കിലും കിട്ടണം. ഇനി മേലിൽ ഞാനടക്കമുള്ള നമ്മള് ഒരു ഈർക്കിൾ കൊണ്ട് പല്ലിലേക്ക് കുത്തുമ്പോൾ മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇബാറത്ത് ബർക്കത്തിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. അല്ലാഹുവേ, ഈ ഇബാറത്തിന്റെ ബർക്കത്ത് കൊണ്ട് അതൊരു ഇബാദത്തായി കൊണ്ട് കൂലി ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. വയുന്തബു തഖ്ലീലു ഖബല സിവാക്കി ഔ ബഅദഹു മിൻ അസരി ത്വആം. മിസ്വാക്ക് ചെയ്യുന്നതിന് മുമ്പയോ മിസ്വാക്ക് ചെയ്തതിന് ശേഷമോ ഭക്ഷണാവശിഷ്ടങ്ങളെ പല്ലുകൾക്കിടയിൽ നിന്ന് ടൂത്ത് പിക്ക് കൊണ്ട് അതിനെ പുറത്ത് ചാടിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. പക്ഷേ വസ്സിവാക്കു അഫ്ളലു മിൻഹു, മിസ്വാക്കാണ് മറ്റേതിനേക്കാളും കൂടുതൽ അഫ്ളൽ എന്ന് മാത്രം. ചില ആളുകൾ അങ്ങനെയല്ല, മിസ്വാക്കിനേക്കാളും അഫ്ളൽ പല്ല് കുത്തുന്നതിനാണെന്ന് പറഞ്ഞവരും ഉണ്ട്. സഹോദരന്മാരെ, തർക്കം എവിടെയാണ്? 70ൽ പരം നേട്ടങ്ങളാണ് മിസ്വാക്ക് ചെയ്യുന്നതിന് മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആരാധനയുടെ പരിവേഷം അതിന് വേണമെങ്കിൽ നിയ്യത്തിനെ അതിലേക്ക് കടത്തിവിടണം. അത് കടത്തിവിടാനാണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രമല്ല, ആദാത്തുകളെ ആദാത്തായി മാറുന്നതിന്റെ പ്രധാന കള്ളൻ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന തട്ടിപ്പ് വീരൻ ആരാണ്? പിശാചി നമ്മുടെ നിയ്യാത്തുകളെ തട്ടിയെടുക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ പൊന്നുമ്മമാരെ, എന്റെ പൊന്നു ഉപ്പമാരെ, എന്റെ ശബ്ദം കേൾക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും എനിക്ക് തോന്നുന്നത് അധിക ആളുകളും ഇതിൽ വിവാഹം കഴിഞ്ഞവരാണ്. ചെറുപ്പക്കാരുണ്ടാവും. എത്ര വലിയ
വലിയ പുണ്യകർമ്മം ഞാനും നമ്മളും ചെയ്തു, പക്ഷേ നിയ്യത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നില്ല. എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഫമൻ റഗിബാൻ സുന്നത്തി ഫലൈസ മിന്നീ വമിൻ സുന്നത്തി അന്നിക്കാഹ്. എന്റെ സുന്നത്തിൽ നിന്ന് ആരെങ്കിലും വഴിമാറി ചിന്തിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. എന്റെ സുന്നത്താണ്, എന്റെ ഏറ്റവും ഉദാത്തമായൊരു ചര്യയാണ് അന്നിക്കാഹ്, വൈവാഹിക ജീവിതം. നിക്കാഹ് എന്ന ഉദാത്തമായ കർമ്മത്തെക്കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞതെങ്ങനെയാണ്? ആ കർമ്മം ഞാൻ നമ്മളൊക്കെ ചെയ്തിട്ട് നിയ്യത്ത് വെച്ചിട്ടുണ്ടോ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തല്ലേ? നമ്മൾ ആരെയും വെച്ചിട്ടുണ്ടോ? എന്താ നിയ്യത്ത്? ഞാന് മഹാന്മാരായ ആളുകൾ പറഞ്ഞു തന്ന നിയ്യത്തിന്റെ നിക്കാഹ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന നിയ്യത്തിന്റെ കരുത്ത്. നമ്മളൊക്കെ നിക്കാഹ് കഴിഞ്ഞു പോയല്ലോ, കഴിഞ്ഞു പോയാലും അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നമ്മുടെ നിക്കാഹിന് ശേഷമെങ്കിലും കരുതാൻ പറ്റിയ പലതും അതിലുണ്ട്. ഒന്ന്. മറ്റൊന്ന്, നമ്മുടെ മക്കൾക്കത് പഠിപ്പിച്ചു കൊടുക്കാം. ഈ ഇവിടുന്ന് ഇങ്ങോട്ട് പറയുന്ന ഏതാനും കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഇതിന്റെ പ്രവർത്തകന്മാര് നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. വിവാഹരംഗത്തേക്ക് കടന്നു വരുന്ന ആളുകൾ എന്താണെന്നറിയോ? നിക്കാഹിന്റെ പിന്നിൽ ശരീഅത്തുൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള അത്ഭുതകരമായ പല നേട്ടങ്ങളും ആഖിറത്തിന്റെ നേട്ടമല്ല പറയുന്നത്, ദുന്യാവിൽ നിന്ന് തന്നെ നിക്കാഹിന്റെ പിന്നിൽ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ച പലതും ഇന്ന് യാഥാർത്ഥ്യമാകാതെ പോകുന്നതിന്റെ പിന്നിലുള്ളത് ഏറ്റവും വലിയ വില്ലൻ ലക്ഷ്യം വഴിമാറിപ്പോയി എന്നതാണ്. നിക്കാഹ് ഒരു തമാശയിപ്പോയി, ഒരു നാട്ടാചാരയിപ്പോയി. അത് നാട്ടാചാരാവും അത് തമാശയും ദീനിന്റെ കർമ്മവും അല്ല എന്ന് തോന്നുന്നതിനും തെളിവാണ് ഇന്നത്തെ വൈവാഹിക സൽക്കാരങ്ങളിലും സദസ്സുകളിലും കല്യാണ പന്തലുകളിലും പരിസര പ്രദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടാട്ടങ്ങളും തോന്നിവാസങ്ങളും. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നാൽ എനിക്ക് കുറച്ച് റൈസായിപ്പോവും, എനിക്ക് പേടിയുണ്ട്. ഏറ്റവും ഉദാത്തമായ മാലാഖമാരിറങ്ങി വന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ബഹുമാനത്തിന്റെ ഒരുപാട് മാലാഖമാരുടെ പിന്തുണ ഉണ്ടാകേണ്ടുന്ന, മഹാന്മാരായ ആളുകളുടെ പിന്തുണയുണ്ടാകേണ്ടുന്ന കർമ്മം പിശാചിന് തീരെഴുതി കൊടുത്തുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ പലരുടെയും വിവാഹ സദസ്സുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു വലിയ ദുരന്തമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നിക്കാഹിന്റെ അധ്യായമൊന്ന് പഠിക്കാനെങ്കിലും ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി തയ്യാറാകുന്ന മുഅ്മിനീങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആണായാലും പെണ്ണായാലും പഠിക്കണം. ഏറ്റവും വലിയൊരു ഇബാദത്തിനെ നാട്ടാചാരമായി വഴിമാറ്റിവിടുന്ന ഏറ്റവും വലിയൊരു ദുരന്തമല്ലേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തേ നമുക്ക് അഫ്ളലുൽ ഇൽമുൽ ഹാൽ, ഏതൊരു വിജ്ഞാനവും വലിയ ബഹുമാനമുള്ളതാണ്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇൽമേതാണ്, വിജ്ഞാനമേതാണ്? ഇൽമുൽ ഹാൽ, സന്ദർഭോചിതമായ ഇൽമാണ്. അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു നിക്കാഹ് ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരി എന്തുകൊണ്ട് നിക്കാഹിന്റെ ബാബു പഠിക്കാൻ അത്ര പ്രയാസം എന്താ? ഒരു പുസ്തകം വാങ്ങി, മലയാളം പുസ്തകം വാങ്ങി പഠിച്ചാൽ പോരെ? അത് കിതാബ് വന്ന ആവശ്യമുണ്ടോ? ഒരു മലയാളം ബുക്ക് വാങ്ങി പഠിക്ക്. എത്ര പുസ്തകം ഉണ്ട് വാങ്ങാൻ കിട്ടാൻ? എന്തേ നമ്മുടെ മുഅ്മിനീങ്ങൾ പഠിക്കാൻ തയ്യാറാകാത്തത്? എന്തേ അവർക്ക് ആഖിറം വേണ്ടേ? എന്നാ പിന്നെ എന്തിനാ മൊല്ലാക്കനും ഖത്തീബിനും കാദിയൊക്കെ വിളിച്ചാണ് കഴിയണ അവിടെ രജിസ്റ്റർ ഓഫീസ് പോയി ചെയ്താൽ പോരെ? ഇസ്ലാമികമായ വിഷയം വേണം വിചാരിച്ചിട്ടല്ലേ? എങ്കിൽ പിന്നെ അതിലേക്ക് എന്ത് പൂർണ്ണമായി കടന്നു വന്നാൽ യാ അയ്യുഹല്ലദീന ആമനൂ ദുഖൂലൂ ഫിസ്സിൽമി കാഫാന്നല്ലേ? ഇസ്ലാമിലേക്ക് എ ടു സെഡ് വരെ കടന്നു വരണം. നമുക്ക് തോന്നി എനിക്ക് ഇസ്ലാം വാക്കിലേനക്ക് അപ്പുറത്തും നിസ്കരിക്കുമ്പോ മുസല്ല നിൽക്കാറോ ഭയങ്കര ഹോജാണ്. അവിടുന്ന് നിസ്കാരപ്പാന്ന് പുറത്തിറങ്ങിയ പിന്നെ മൂപ്പർക്ക് തോന്നിയതാ ഇതെന്ത് ഇസ്ലാമ? ഭാഗികമായ ഇസ്ലാം ആശ്ലേഷണം ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് പറ്റിയതല്ല. പൂർണ്ണമായും മുഅ്മിനാണോ അവന്റെ അടുക്കള മുതൽ കൊട്ടാരം വരെ, അവന്റെ ബാത്റൂം മുതൽ അവന്റെ കല്യാണ സദസ്സ് വരെ എ ടു സെഡ് മുഴുവനും അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചുറ്റുപാടിലായിരിക്കണം. എനിക്ക് തോന്നുന്നതൊക്കെ ഇസ്ലാമും ബാക്കിയുള്ളതൊക്കെ അല്ലേ? ഇത് ഈ ഒരു ഏർപ്പാട് പറ്റില്ല. നിങ്ങൾ നോക്ക്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നോക്ക് നിങ്ങൾ. എന്തിനാണ് എന്റെ പൊന്നു സഹോദരങ്ങളെ നമ്മൾ വിഷമിക്കുന്നത്?
നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സലാത്തത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും അൽ മുഖാതബു അല്ലദീ യുരീദുൽ അദാ വന്നാകിഹു അല്ലദീ യുരീദുൽ ലഫാഫ് വൽ മുജാഹിദു ഫീ സബീലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 3 വിഭാഗം ആളുകൾ അവരെ സഹായിക്കുക എന്നുള്ളത് അല്ലാഹു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. 3 കൂട്ടരെ അല്ലാഹു തആല സഹായിക്കാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ എല്ലാവർക്കും അല്ലാഹു തആല സഹായിക്കണമെന്നാണ്. പക്ഷെ 3 വിഭാഗത്തെ കാര്യങ്ങൾ, ആ 3 വിഭാഗത്തെ വിഷയങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അല്ലാഹു ഏറ്റെടുത്തു എന്നാ. ഹലേപ്പൻ അത് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? ഏതാണ് 3 വിഭാഗം ആളുകൾ? ഒന്ന് അൽ മുഖാത്തബുൽ ലദീ യുരീദുൽ അദാ, ഒന്ന് അടിമത്വമോചനം ഉദ്ദേശിച്ചുകൊണ്ട് യജമാനനുമായി അഗ്രിമെന്റിൽ ഒപ്പിട്ട് യജമാനന് കൊടുക്കാനുള്ള ബാധ്യതകൾ പൂർത്തിയാക്കി വിട്ടാൻ കരാർ ചെയ്തുകൊണ്ട് രംഗത്തിറങ്ങിയിട്ടുള്ള മോചനപത്രം എഴുതപ്പെട്ട അടിമ. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ചിലപ്പം അടിമയെക്കുറിച്ച് മനസ്സിലാക്കാത്ത സഹോദരിമാർക്കൊന്നും ഈ കാര്യം മനസ്സിലാവൂല. ആ അടിമയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള ജനറൽ ഇൽമ വെച്ചിട്ട് അത് മാറ്റിച്ചാടി. ഒന്ന് അങ്ങനെ കിടക്കട്ടെ, ചിലത് തീരായും കേൾക്കാം. രണ്ടാമത്തെ വന്നാകിഹുൽ ലദീ യുരീദുൽ അഫാഫ്, രണ്ടാമത്തെ കക്ഷി അല്ലാഹു സഹായം ഏറ്റെടുത്തിരിക്കുന്നു, അവരുടെ വിഷയത്തിൽ അല്ലാഹു സഹായിക്കാമെന്ന് ബാധ്യത രൂപത്തിൽ അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ രണ്ടാമത്തെ കക്ഷി ആരാണെന്നറിയോ? അന്നാകിഹു, വിവാഹം ചെയ്യുന്ന കക്ഷിയാണ്. ഏത് വിവാഹം ചെയ്യുന്ന കക്ഷിയാണ്? അല്ലദീ യുരീദുൽ അഫാഫ്, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് നിയ്യത്തോടുകൂടെ ലക്ഷ്യത്തോടുകൂടെ നിക്കാഹ് ചെയ്യുന്നവൻ. പടച്ചോനെ, ഞാൻ കെട്ടാൻ പോകുന്നത് നാട്ടാചാരത്തിന്റെ കർമ്മമല്ല, ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു തമാശ കളിയല്ല, ഞാനൊരു പെൺകുട്ടിയെ കണ്ടപ്പോ എല്ലാം മറന്നുകൊണ്ട് ചെയ്യുന്ന പണിയല്ല, ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മമേതാണ്? തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കണം, അതിനുള്ള ഒരു ഉപാധി എന്നോണം നിവിധങ്ങൾ പഠിപ്പിച്ച കാര്യം ഞാൻ ചെയ്യുകയാണ് എന്ന് നിയ്യത്തോടുകൂടെ നിക്കാഹ് ചെയ്യുന്ന ആള്. അങ്ങനെ ഹദീസിൽ പറഞ്ഞത് വന്നാകിഹുൽ ലദീ യുരീദുൽ അഫാഫ, അഫാഫ് ഉദ്ദേശിച്ചുകൊണ്ട് നിക്കാഹ് ചെയ്യുന്ന ആള്, ഇവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭാഗ്യശാലിയാണ്. അയാളുടെ കാര്യം അല്ലാഹു ഏറ്റെടുത്തു എന്നാ പറയുന്നത്. അയാൾ അല്ലാഹു സഹായിക്കും, അയാൾ പിന്നെ തെറ്റിലേക്ക് പോകേണ്ടി വരില്ല എന്നാ പറയുന്നത്. എത്ര ആളുകളുണ്ട് സഹോദരന്മാരെ, അവരുടെ ലൈംഗികാവയവത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ പാടുപെടുന്നവർ. പക്ഷേ അവരൊക്കെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള ലക്ഷ്യത്തോടുകൂടെ കടന്നു വന്നിരിക്കുകയാണെങ്കിൽ എത്ര വലിയ ഭാഗ്യം എന്നറിയോ? മൂന്നാമത്തെ കക്ഷികൾ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി യുദ്ധം ചെയ്യുന്ന ആള്. അപ്പൊ നോക്ക് നിങ്ങൾ, നിക്കാഹ് കഴിക്കണ സമയത്തുള്ള നിയ്യത്താണ് വെച്ചിരുന്നത്. എത്ര നല്ല നിയ്യത്താണ്. നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാ? ഇനിയിപ്പോ ഞാൻ ഉസ്താദെ ഒന്ന് കെട്ടിയത് പങ്കാൻ നിയ്യത്തൊന്നും വെച്ചില്ല, രണ്ടാമത്തെ നോക്കട്ടെ വിചാരിച്ചാൽ എന്നോട് സഹോദരന്മാരെ, നമ്മൾ പെൺകുട്ടികളാരും സ്വീപ്പാക്കരുതേ, കെട്ടിയത് കെട്ടി ഇനി കഴിഞ്ഞ് പിന്നെ നോക്കാം, ഇനി ആഹൃത്തിൽ വെച്ച് നോക്കാം. ഇവിടെ വെച്ചിട്ട് നിങ്ങൾ 2ഉം 3ഉം കെട്ടിട്ട് പെണ്ണുങ്ങളെ വയ്യാതാരാക്കരുത്, ഞാൻ അതിന് ഇടപെടൂല, ഞാൻ ആ കേസിലില്ല, 2 കെട്ടാൻ പറ്റില്ല 3 കെട്ടാൻ പറ്റില്ലൊക്കെ ചോദിക്കും. അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, ഇപ്പം പറയാൻ പറ്റൂല, ഞാനായിട്ട് കടക്കവുമില്ല. ഇത് അറേബ്യ അല്ലാതെ മനസ്സിലാക്കിയാൽ മതി, ഇത് നമ്മളെ മലബാറാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനിത് സൂചിപ്പിക്കുന്നത്, നമുക്ക് ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് പരിപാവനമായ നല്ല നല്ല നിയ്യത്തുകളുണ്ട്. പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല, പലരും ആ ഭാഗത്തേക്ക് കടന്നിട്ടില്ല. ഒരു ഉദാത്തമായ സുന്നത്തായ കർമ്മമാണ് ചെയ്യുന്നത് എന്ന് പലരും ചിന്തിച്ചിട്ടില്ല. മഹാന്മാർ പറഞ്ഞെന്നോ അറിയോ? ബഹുമാനപ്പെട്ട കിതാബുകളിൽ കാണാൻ കഴിയും, മിസാലു നിയ്യത്തി ഫി തസ്വീജ്, വിവാഹം കഴിക്കുന്ന സമയത്തുള്ള നിയ്യത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ഒരു സെക്ഷൻ തന്നെ കൊടുത്തിട്ട് തസ്വീജിന്റെ നിയ്യത്ത് 10 എണ്ണം എണ്ണത് ഞാനൊന്ന് ഒറ്റ ഉറപ്പിന് ഞാൻ വായിച്ചുതരാം. 10 നിയ്യത്ത് നിക്കാഹിന്, ഒന്ന് പോലും വെച്ചിട്ടില്ല എന്ന് നമ്മുടെ സഹോദരങ്ങളെ. ഒന്ന് പോലും വെച്ചിട്ടുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന മോമിനിങ്ങളെ, മോമിനാത്തുകളെ, പെണ്ണുങ്ങളെ മൊയിലാഞ്ചിയുടെ തിരക്കിലുമായി, ആണുങ്ങളോ
പുതിയാപ്പിളക്ക് ഷൂ വാങ്ങാനുള്ള തിരക്കൂലായി. ഷൂ ഒപ്പിക്കണ്ടേ, നീയത്തൊപ്പിക്കണ പരിപാടി ആർക്കും ഉണ്ടായില്ല. എന്തേ ഒരു പുസ്തകം വാങ്ങി വായിച്ചാൽ അപ്പൊ നമുക്ക് അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് നിക്കാഹിന്റെ വൈവാഹിക ജീവിതത്തിന്റെ ഇസ്ലാമിക മാനങ്ങൾ പഠിക്കൽ വരൂലേ? അപ്പൊ സ്വാഭാവികമായും ഈ ലക്ഷ്യത്തിന് വേണ്ടിയൊക്കെയാണ് ഞാൻ നിക്കാഹ് ചെയ്യുന്നത് എന്ന ഒരു നീയത്ത് വന്ന് വരില്ലേ? നോക്കി, നിങ്ങളെ മഹാന്മാർ പഠിപ്പിച്ച നീയത്തെ ഒറ്റ വീർപ്പിൽ വായിക്കാം. نويت بهذا التزويج محبة الله عز وجل والسعي في تسهيل ولد بقاء جنس الإنسان. ഒന്നാമത്തെ നിയ്യത്ത് മഹാന്മാർ പറയുന്നു, ഈ വിവാഹം കൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹത്തെ ഞാനിതാ കരുതുന്നു. ഇൻസാൻ എന്ന് പറയുന്ന മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആദം നബി തീരുമാനിക്കുകയാണ്, ഞാൻ കെട്ടണില്ല. ഇവിടെ അള്ളാഹു തആല ഈ ദുനിയാവിൽ എത്ര ഔലിയാക്കൾ ഉണ്ടായി, എത്ര അമ്പിയാക്കൾ ഉണ്ടായി, എത്ര സ്വാലിഹ്യങ്ങൾ ഉണ്ടായി, ലക്ഷ്യം പൂർത്തിയാവോ? അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഞാൻ കെട്ടണില്ല, ഞാൻ സാഹിലായി കാട്ടുപോവാണ് എന്ന് തീരുമാനിച്ച അവിടെ തങ്ങപ്പാപ്പാരുണ്ടാവോ, ഇവിടെ ആലിമീങ്ങൾ ഉണ്ടാവോ, ഇവിടെ ദീന് നടക്കോ? അപ്പൊ അള്ളാന്റെ മഹബത്ത് കിട്ടാൻ പെണ്ണ് കിട്ടുമ്പോൾ കരുതണേ, ഞാൻ അള്ളാന്റെ മഹബത്ത് കിട്ടാനാണ്. അള്ളാഹു തആല ഇവിടെ അവന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമാകുന്ന മനുഷ്യവർഗം ഇവിടെ നിലനിൽക്കണം, അന്ത്യനാൾ വരെ നിലനിൽക്കണം. അതിനുവേണ്ടി ഞാനൊരു ഭാര്യയെ കല്യാണം കഴിച്ച് മനുഷ്യവർഗത്തിന്റെ അടിസ്ഥാനം നിലനിൽക്കാനും അതിന്റെ വർധനവിന് വേണ്ടിയും ഞാൻ വിവാഹം കഴിക്കുന്നു എന്ന് കരുതുക. ഒന്ന്. സെക്കൻഡ്, വനവൈത്തു മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ തക്തീരി മൻ ബിഹി മുബാതു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായ വർധനവിന് വേണ്ടി നബി തങ്ങളുടെ സമൂഹത്തില് മെമ്പർമാര് വർദ്ധിക്കുന്നതിന്റെ പേരിൽ ഫഇന്നീ ഉബാഹി ബിക്കുമുൽ ഉമമാ ശഫീഉനാ റസൂലുള്ളാഹി. നബി തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? തനാകൂ തക്സുറൂ ഫഇന്നീ മുബാഹിൻ ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ. കൂട്ടരെ, നിങ്ങൾ വിവാഹ ജീവിതം നയിക്കൂ. തക്സുറൂ, കെട്ടിയാ മാത്രം പോരാ, വംശവർദ്ധനം ഉണ്ടാക്കൂ. ഫഇന്നീ മുബാഹിൻ ബിക്കുമുൽ ഉമമ യൗമൽ ഖിയാമ. കാരണം അന്ത്യനാളിൽ ഞാൻ സമൂഹങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ പവർ പറയാൻ പോകുന്നുണ്ട്. എന്റെ സമുദായത്തിന്റെ വർധനവ് നോക്കൂ, എന്റെ മെമ്പർമാരുടെ വർധനവ് നോക്കൂ, എന്റെ പാർട്ടിയിലുള്ള ആളുകളുടെ എണ്ണസംഖ്യ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് അമ്പിയാക്കളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടെ നിൽക്കാൻ വേണ്ടി നിങ്ങൾ വംശവർദ്ധനവ് ഉണ്ടാക്കൂ എന്ന് നബി തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വംശവർദ്ധനവിന് വേണ്ടി ഞാനിതാ കല്യാണം കഴിക്കുന്നു എന്ന് കരുതിയാൽ ഹബീബായ നബി തങ്ങളുടെ പ്രേമക്കരുതിയവനായി, സ്നേഹകരുതിയവനായി. രണ്ട്, പുതിയ തലമുറയെങ്കിലും നിയ്യത്ത് പഠിക്കട്ടെ. മൂന്ന്, നവൈത്തു ബിത്തബറുക ബിദുആഇൽ വലദി സ്വാലിഹി ബഅദി. എന്റെ ശേഷം ഒരു സ്വാലിഹായ സന്താനം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ ഒരു ജാരിയായി നിലനിൽക്കുന്ന ഡിസ്കണക്ട് ആകാത്തൊരു കർമ്മമാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പിൽക്കാലത്ത് ഞാൻ കബറിൽ കിടന്നാലും ഞാൻ മരിച്ചു പിരിഞ്ഞാലും എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്വാലിഹായ മകനുണ്ടാകട്ടെ, അതിനുവേണ്ടി ഞാൻ കല്യാണം കഴിക്കുന്നു. അത് പറമ്പിലെ മൂച്ചിമ കയറി കിട്ടുന്നതാണല്ലോ സ്വാലിഹ വലതും തന്നാൽ, അതിന് പെണ്ണിട്ടെന്നെ വേണം. അതുകൊണ്ട് ഞാനത് പെണ്ണിട്ടുന്നു എന്ന് കരുതുക. നാല്, നവൈത്തു ബി തഹസ്സുന മിന ശൈത്താനി വകസറത്ത് തവക്കാനി വദഫഅ ഗവാഇരി ശർരി വഗല്ലൽ ബസരി വഖില്ലത്തുൽ വസ്വാസ്. പിശാചിനെ തൊട്ട് കാവലി, ലൈംഗികമായ ആ കുഴപ്പങ്ങൾ മുഴുവൻ തീരുക, ലൈംഗികമായ അരാജകത്വങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, മറ്റുള്ള പെണ്ണുങ്ങളിലേക്ക് കണ്ണ് വഴിതെറ്റി സഞ്ചരിക്കുന്നതിൽ നിന്ന് കണ്ണിന് കൺട്രോൾ ചെയ്യാൻ, ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നു എന്ന് കരുതുകയാണ്. നേരത്തെ പറഞ്ഞ യുരീദുൽ അഫാഫ എന്ന് പറഞ്ഞ വാക്കിലെല്ലാം പെട്ടു. വന്നാക്കിയുല്ലതി യുരീദുൽ അഫാഫ, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്ന ആളെ സഹായിക്കാമെന്ന് അല്ലാഹു തആല ബാധ്യതാ രൂപത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു തആലക്കൊന്നും ബാധ്യതയില്ല കേട്ടോ, എന്തെങ്കിലും തെറ്റിദ്ധരിച്ചു വരും. അല്ലാഹു തആല നമ്മളെ സ്വർഗത്തിൽ കടത്തും, പക്ഷെ സ്വർഗത്തിൽ കടത്തിൽ അല്ലാഹ്ക്ക് ബാധ്യതയില്ല. മുഅ്തസിലിയാക്കളും നമ്മൾ തമ്മിൽ വ്യത്യാസമാണ്. മുഅ്തസിലിയാക്കൾ തന്നെ പഴയ കാലത്ത് ഒസാലിം അവന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സലഫികള്, അന്നത്തെ കാലത്തെ വഹാബികള്, അവരാണ് മുഅ്തസിലിയാക്കൾ. ഈ മുഅ്തസിലിയാക്കളുടെ വാദാണെന്ത്?
അല്ലാഹു തആലക്ക് നന്മ ചെയ്യൽ നിർബന്ധമാണെന്ന. ഒരാൾ നിസ്കരിച്ചാൽ കൂലി കൊടുക്കലൊക്കെ നിർബന്ധമാണ്. നമ്മുടെ കൂലിപ്പണിക്കൊക്കെ കൂലി കൊടുക്കുന്ന നിർബന്ധമാണല്ലോ. ഇതേപോലെ അങ്ങനെ തോന്നിയാൽ എന്താക്കാനപ്പോ മനുഷ്യന്? വഹാബിയൊക്കെ എന്തൊക്കെ തോന്നണം? ഇതേപോലെ ഓരോരുത്തർക്ക് ഓരോന്നും തോന്നല്ലേ? തോന്നണൊക്കെ ദീനാക്കി വെക്കുവാണല്ലോ. നമ്മൾ അങ്ങോട്ട് കടക്കണില്ലപ്പോ, സമയം പോകും. എല്ലാത്തിനും തന്നെ സമയം വിടില്ല. അപ്പൊ അഞ്ചാമത്തെ കാര്യം സുബ്ഹാനല്ലാഹ് തമ്മാടിത്തരങ്ങളിൽ നിന്ന് ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കുക. നിക്കാഹ് കൊണ്ട് കരുതേണ്ട മറ്റൊരു കാര്യം, ആണും പെണ്ണും ഒക്കെ കരുതേണ്ട കാര്യം പറയുന്നത്. ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല, പെണ്ണുങ്ങൾ സ്വർഗത്തിൽ ഇറങ്ങിയൊന്നൊന്നല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടാവും കുഴപ്പങ്ങളൊക്കെ. അതെല്ലാവരും കരുതണം. ശരീരത്തിന് ഒരു റാഹത്ത്, ഒരു ഈനാസ്, ഒരു നേരം പോക്ക്, അത് കരുതുന്നത് നല്ലതാണ്. കാരണം എപ്പോഴും ശരീരം ഇങ്ങനെ ചൂട് പിടിച്ചിരുന്നാൽ കുഴപ്പങ്ങളായി കാണും. നിസ്കാരത്തിന് റാഹത്തുണ്ടാവില്ല, ഒന്നിനും റാഹത്തുണ്ടാവില്ല, ചൊല്ലി കൊടുക്കാനുള്ള റാഹത്തുണ്ടാവും. എപ്പോ എല്ലാം വേണം, ശരീരത്തിന് എന്ത് വേണം? ഒരു തെറുതി, ഒരു റാഹത്ത് വേണം, ഈനാസ് വേണം. അതിന് ബിൽ മുജാലസ, കൂടിയിരിക്കൽ കൊണ്ട്, വന്നുള്ളൊരു നോക്കൽ കൊണ്ട്, വൽ മുലാമത്തി, കളിക്കൽ കൊണ്ട്. ബോളുകളിയും ക്രിക്കറ്റ് കളിയൊന്നുമല്ല, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള നേരം പോക്ക്. ചില ഭാര്യയും ഭർത്താവും പറഞ്ഞാല് രാജാവ് നാട്ടിലുള്ള പ്രജ നിൽക്കണമാതിരി നിൽക്കരുത് ചില സ്ഥലത്ത്. അങ്ങനല്ല, ഭാര്യ ഭർത്താക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോകത്തിന്റെ ഏറ്റവും വലിയ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട്, ഭാര്യ ഭർത്താവ് അങ്ങനെ നിൽക്കേണ്ടിയത്. നീ കുറച്ച് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഞാനും നമ്മൾ അത്ര അന്തരമുണ്ടല്ലോ എന്നാ ചില വിചാരിച്ചു. അങ്ങനല്ല, ഭാര്യ ഭർത്താവും തമ്മിൽ ഒരേ ബെഡിൽ കിടക്കാൻ ഇസ്ലാം കൽപ്പിച്ചതിന്റെ പിന്നിൽ അടിസ്ഥാനം എന്താണെന്നറിയോ? അവരത്രയും ബാഹ്യമായും എല്ലാം അടുത്ത് നിൽക്കണം. അവർ അങ്ങനെയാണ്. ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് ചില ആൾക്കാര് ഒരു വണ്ടിന്റെ ഒരേപോലത്തെ 2 ചക്രാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ കഥ ഉണ്ടാവാൻ വാക്കാര. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഒരേ ചക്രാക്കിയവരൊക്കെ ഇപ്പൊ കുടുങ്ങിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ സൂചിപ്പിക്കുന്ന എന്താണ്? ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പരസ്പരം നോക്കിയും ഇരുന്നും സംസാരിച്ചും സ്വറ പറഞ്ഞും തമാശ പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും മുലാഹബത്ത് ചെയ്തും കളിച്ചും തമാശ പറഞ്ഞും ഇക്കിളിപ്പെടുത്തിയുമെല്ലാം ഇരിക്കുമ്പോൾ ശരീരത്തിന് കിട്ടുന്ന അറിയാത്തൊരു ഈനാസ്, ഇറാഹത്തല്ലിൽ ഖൽബി വ തഖ്വിയത്തൽ ലഹു അലൽ ഇബാദ, അത് ആരാധനയ്ക്ക് വേണ്ടി അവന്റെ ശരീരത്തിന് ശക്തി കൊടുക്കും. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് കല്യാണം കഴിക്കുക. അതിനുവേണ്ടിയല്ലേ മഹാന്മാരായ ആളുകളൊക്കെ കല്യാണം കഴിച്ചത്? അല്ലേ? മഹാന്മാരായ കഴിഞ്ഞുപോയ മഹത്തുക്കള്. ചില ആൾക്കാർ വിചാരിച്ചെന്താണ്, കല്യാണം കഴിക്കാൻ തന്നെ ഏറ്റവും മോശപ്പെട്ട പണിയാണ്. ഔലിയാക്കളാണെങ്കിൽ കല്യാണം കഴിക്കരുതെന്ന് ചില ആൾക്കാർ വിചാരിച്ചത്. സുബ്ഹാനല്ലാഹ്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, കെഫ്റത്തുൻ നിസാഇ ലൈസ മിന ദുനിയാ, ഭാര്യമാര് കൂടുക എന്നുള്ളത് പോലും ദുനിയാവിന്റെ കാര്യമായി എണ്ണാൻ വയ്യ. മഹാനവറുകൾ പറയാണ്, ലിഅന്ന അലിയ റളിയല്ലാഹു അൻഹു, കാരണം അലിയാർ തങ്ങളെ കാന അസ്ഹദ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സാഹിദായ നേതാവായിരുന്നു. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, അസ്ഹാബിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഭൗതിക പരിത്യാഗിയായിരുന്നു, സാഹിദായിരുന്നു അലിയാർ തങ്ങള്. പക്ഷേ വകാന ലഹു അർബഉ നിസ്ബത്തിൻ വബിഅശറത സരിയത്തൻ, ബഹുമാനപ്പെട്ടവർക്ക് 4 ഭാര്യമാരും 10 ചില്ലറ അടിമപ്പെണ്ണുകളും ഉണ്ടായിരുന്നു. 10 ചില്ലറ അടിമപ്പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, 4 ഭാര്യമാരുണ്ടായിരുന്നു. അത് അവർക്ക് അതിന്റെ പിന്നിലെല്ലാം വലിയ ചില ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ച പോലല്ല. നമ്മൾ എന്തേ കാണുന്നുള്ളൂ? നമ്മളുടെ കണ്ണുകൊണ്ട് അവർക്ക് അളക്കുന്നത്. അവര് ഈ 10 നിയ്യത്ത് ഇപ്പൊ നമ്മൾ വെച്ചാൽ അവർക്ക് 10,000 നിയ്യത്തുണ്ടാവും. ഇത് പിൽക്കാലത്ത് വരുന്ന മഹാന്മാർക്ക് കിട്ടിയ നിയ്യത്തുകൾ അവർ പറഞ്ഞിരുന്നത്. അവർക്ക് അതിനേക്കാൾ കൂടുതൽ നിയ്യത്തുകൾ ഉണ്ടാവും. ആ നിയ്യത്തുകൾ ബാഹ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസിൽ നിന്ന് പഠിച്ചതിന് പുറമെ അവരുടെ മനസ്സുകളിലേക്ക് അല്ലാഹു തആല മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലേക്ക് അല്ലാഹു തആല സംഭാവന ചെയ്യുന്ന നിയ്യത്തുകൾ ഉണ്ടാകും. ഇത്തഖൂ ഫറാസത്തുൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്.
മുഅ്മിനീങ്ങൾ ആ മനസ്സിന്റെ അകതാരിൽ നിന്ന് മുളപൊട്ടിയൊഴുകുന്ന ആത്മീയമായ വിജ്ഞാനങ്ങളെ നിങ്ങൾ പരിഗണിക്കണേ. കാരണം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശം കൊണ്ടാണ് അവർ നോക്കുന്നത്. അങ്ങനെയുള്ള ആരിഫീങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന നിയ്യത്തുകൾ നമ്മൾ ഒരിക്കലും അതിന് ഒരു മതിൽ കെട്ടിക്കൊണ്ട് ഇതിന്റെ ഉള്ളിലുള്ളത് ഉണ്ടാവുള്ളൂ നിശ്ചയിക്കാൻ കഴിയില്ല. പരന്നു കിടക്കുന്നു. അവർക്കുള്ള നിയ്യത്തുകൾക്കോ അവരുടെ ഇൽമുകൾക്കോ അറ്റവും കയ്യും കണക്കുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ സങ്കുചിതമായ തീരുമാനങ്ങളോട് തുലനം ചെയ്തുകൊണ്ട് ഒരിക്കലും അവരെ തെറ്റിദ്ധരിക്കാൻ വയ്യ. അലിയാർ തങ്ങൾ 4 കെട്ടിയില്ലേ, അലിയാർ വേലി 4 കെട്ടും, അനക്ക് 1 കെട്ടിയതിന് നെയ്യത്തില്ല. അലിയാർ 4 കെട്ടിയതിന് 40,000 നെയ്യത്തുണ്ടാവും. അത് മനസ്സിലാക്ക്. മാത്രമല്ല വനവൈതു ബിഹി തഫ്രീഖൽ ഖൽബി അൻ തദ്ബീരിൽ മൻസിലി വതകഫുലി ബിശുഗ്ലി തബഖി വൽ കൻസി വൽ ഫർശി വതൻലീഫിൽ അവാനി വതഹിയത്തി അസ്മാബിൽ മഈഷ. ഹൃദയം എല്ലാവിധ വീട്ടുജോലികളിൽ നിന്ന്, വീട്ടിലെ ശുഗലികളിൽ നിന്ന്, ഭക്ഷണം പാകം ചെയ്യലിൽ നിന്ന്, അടിച്ചു വരിക, വൃത്തിയാക്കുക, വിരിപ്പുണ്ടിരിക്കുക, അലക്കുക, കുളിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മക്കളെ എല്ലാ വിഷയങ്ങളിൽ നിന്നും കൽബിന്റെ ഒരു ഒഴിഞ്ഞു നിൽക്കലിന് വേണ്ടി മനസ്സമാധാനത്തോടുകൂടെ ദീനീ ദഅവത്തിന് ഇറങ്ങാൻ, മനസ്സമാധാനത്തോടുകൂടെ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങാൻ, മനസ്സമാധാനത്തോടുകൂടെ ജോലിയിലേക്ക് ഇറങ്ങാൻ, മനസ്സമാധാനത്തോടുകൂടെ ബിസിനസ്സിന് ഇറങ്ങാൻ, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റിയ ഒരു ഹൃദയ സഖിക്ക് വേണം എന്ന നീയത്തോടുകൂടെ ഒരാൾ കല്യാണം കഴിച്ചാൽ അത് നല്ല നീയത്താണ്. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ നോക്കുക, നബൈതു ബി മുജാഹദത്തുൻ നഫ്സി വരിയാദത്ത ബിനിയാസത്തി വൽ വിലായ വൽ ഖിയാമി ബി ഹുഖൂഖിൽ അഹ്ലി വസ്സബ്രി അലാ അഖ്ലാഖിൻ വഇഹ്തിമാലിൽ അവാമിനുന്ന വസ്സഈ ഫി ഇസ്ലാഹിൻ വഇർശാദിൻ ഇലാ തരീഖിൽ ഖൈർ വൽ ഇജ്തിഹാദ ഫി തലബിൽ ഹലാൽ ബി അദ്ലിഹിൻ വൽ അംർ ബി തർബിയത്തിൽ ഔലാദി വ തലബി റിആയത്തി മിനല്ലാഹി അലാ ദാലിക. ഇതൊക്കെ 10 നിയ്യത്തായി എന്നെ ഓരോ നിയ്യത്തായിട്ടാണ്. ശരീരത്തെ പരിശീലിപ്പിക്കുക, ഭാര്യയെയും മക്കളെയും ഭരിച്ചുകൊണ്ട്, നല്ല നിയന്ത്രിച്ചുകൊണ്ട് അല്ലാഹു തആല എന്നോട് ഏൽപ്പിച്ചിരിക്കുന്ന ഭാര്യ മക്കളെ നോക്കുക എന്നതിന്റെ പിന്നിലുള്ള ഒരുപാട് ഫലങ്ങളും പോരിശകളും പാരിതോഷ്യങ്ങളും പറഞ്ഞല്ലോ. അതൊക്കെ നേടിയെടുക്കാൻ പാകമായ നല്ല ഒരു ഭരണം, ഒരു മാതൃകാപരമായ കുടുംബനാഥന്റെ റോള് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കല്യാണം കഴിക്കുന്നു. അതൊരു നിയ്യത്താണ്. സുബ്ഹാനല്ലാഹ്. അവസാനം മുപ്പര് പറയാ, നവൈതു ബിഹാദ തസ്വീജി മാ നവാഹു ഇബാദുല്ലാഹി സ്വാലിഹൂൻ വൽ ഉലമാഉൽ ആമിലൂൻ വല്ലാഹു മുവഫിഖനാ കമാ വഫഖതഹും വഅഇന്നാ കമാ അഅൻതഹും. പടച്ചോനെ, ഈ വിവാഹം കൊണ്ട് നിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ എന്തെല്ലാം കരുതിയോ, നിന്റെ ആലിമീങ്ങൾ എന്തെല്ലാം കരുതിയോ അതെല്ലാം ഞാൻ കരുതുന്നു. അവർക്ക് നീ സൗഭാഗ്യം നൽകിയതുപോലെ എനിക്ക് നീ സൗഭാഗ്യം നൽകണേ എന്നൊക്കെ കരുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഐദ്രോസ് ബിൻ ഹുസൈനുൽ ഐദ്രോസ് എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തിന്റെ കവാക്കുബുദ് ദുരിയ എന്ന കിതാബിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? നിക്കാഹ് എന്ന് പറയുന്ന കർമ്മം നമ്മൾ പലപ്പോഴും അതിലേക്കൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, പലപ്പോഴും ചിന്തിച്ചിട്ടില്ല, പലപ്പോഴും അതിലേക്ക് ആലോചിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതൊക്കെ പറയുമ്പോ ഇനി വേറൊരു വശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പോലീസൊക്കെ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ എന്നാ പിന്നെ ഉസ്താദ് നിങ്ങൾ പറഞ്ഞോന്നോ നവവീമാവിന് തിരിഞ്ഞിട്ടില്ല, നവീമാവ് പെണ്ണിട്ടില്ലല്ലോ, സംശയം ഉണ്ടാവുമല്ലോ. അവിടെ തീർക്കാതെ പോയാൽ പിന്നെ പിശാച് അയ്യമ കൂടും. അത് നിങ്ങളെ മനസ്സിലിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ബഹുമാനപ്പെട്ട പിന്നെ ഇമാം യാഫി തങ്ങൾ അദ്ദേഹത്തിന്റെ നശ്റുൽ മആസിൽ വാലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം പുറത്തായി കാണാൻ കഴിയും. ബലഗനി അൻ സയ്യിദുൽ ജലീലിൽ ഇമാമിൽ ഹഫീൽ മുഹിദ്ദീൻ നബവി റളിയല്ലാഹു അൻഹു അന്നഹു ഉരുവലഹു ബിൻ നിക്കാഹ് വഖീല ലഹു ഹുവ സുന്നത്തുൻ കബീറത്തുൻ വലം യബ്ക അലൈക മിന സുന്നത്തി ഇല്ലാ ഹുവ വകുല്ലുക മഹാസിനു. നബവി ഇമാമിനോട് ചോദ്യം വന്നു, ഉസ്താദേ, നിങ്ങൾ എല്ലാ സുന്നത്തും ചെയ്യുന്ന ആളാണ്, സുന്നത്തുകളുടെ മാണിക്യക്കൊട്ടാരമാണ് അങ്ങ്, എന്റെ ഇത്രയും വലിയൊരു സുന്നത്ത് നിങ്ങൾ ചെയ്യാതിരുന്നെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, അഖാഫു അൻ ആതിയ ബി സുന്നത്തിൻ ഫഅദ്ഖല ഫി മുഹറമാത്തിൻ കതീറ. സംഗതി ഒരു സുന്നത്തായിരിക്കും ഞാൻ ചെയ്യണത്, അതുപോലെ ഒരുപാട് ഹറാം എനിക്ക് സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് ചെയ്യാതിരിക്കുകയാണ്.
അതായത് അതിന് മറ്റൊരു മറുവശമുള്ളത് ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു. ആ മറുവശം കൂടി അതിനുണ്ടായത് കൊണ്ട് ചിലപ്പോൾ ആ ബാധ്യതാ നിർവഹണം എനിക്ക് സാധിക്കുകയില്ല എന്ന ആശങ്കയിലൂടെ. അപ്പൊ നിക്കാഹ് കൽപ്പിച്ചത് ആരോടാണ്? ബാധ്യതകളെല്ലാം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ബോധ്യമുള്ള ആളുകൾക്കാണ്. മനിസ്തത്താമിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ആ ബാഅത്തിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു വ്യാഖ്യാനമാണ് ഒരു ഭാര്യയെ നല്ല രൂപത്തിൽ ചെലവിന് കൊടുത്ത് ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ആള് കെട്ടിക്കോട്ടെ എന്നാ പറഞ്ഞത്. ശഹവത്തും വൈകാരികതയും മറ്റുമൊക്കെ ഉണ്ട്, എന്നാൽ അവന് പ്ലാൻ ചെയ്യാം. സുന്നത്താകുന്ന അവസ്ഥ അവളെ മര്യാദയ്ക്ക് വേണ്ടുന്ന ബാധ്യതകളെല്ലാം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആളുകൾക്കാണ് സുന്നത്ത്. നബിമാൻ പറയാം, ഞാൻ അങ്ങനത്തെ ഒരാളല്ലാന്ന് സ്വയം തീരുമാനിച്ചാൽ, അങ്ങനെ മനസ്സിലാക്കിയാൽ, അങ്ങനെ മൂപ്പരെ കുറിച്ച് മൂപ്പർക്ക് ബോധ്യപ്പെട്ടാൽ മൂപ്പർക്ക് എന്ന് വിട്ടുക്കുന്നതിന് കുഴപ്പമില്ല. അതാണ് മൂപ്പര് ചെയ്തത്. അല്ലാതെ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ഓവത്തേക്ക് ചെയ്തതല്ല, അതിനെ മറികടന്നതല്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞൊരു ഹദീസുമുണ്ട്. എന്റെ സഹോദരിമാര് ശരിക്കും ശ്രദ്ധിക്കണം. നബി അലൈഹി സ്വലാമുകൾ പറയാണ്, സമൂഹത്തിന്റെ മേലിൽ, എന്റെ സമുദായത്തിന്റെ മേലിൽ ഒരു കാലം വരാൻ പോകുന്നുണ്ട്. അന്ന് പുരുഷനായ മനുഷ്യന്റെ നാശം അവന്റെ ഭാര്യയുടെ കയ്യിലൂടെ ആയിരിക്കും, മാതാപിതാക്കളുടെ കയ്യിലൂടെ ആയിരിക്കും, മക്കളുടെ കയ്യിലൂടെ ആയിരിക്കും. അതെങ്ങനെയാണ്? ഭർത്താവിനെ ദാരിദ്ര്യം കൊണ്ട് അവർ കളിയാക്കും, അവർ അയിമാക്കി കളയും, ന്യൂനതപ്പെടുത്തി കളയും. എന്താ മയ്യന്റെ കാക്കായല്ലേ, കാരണവരെ നിങ്ങൾക്ക് എന്താ ഒരു പണിയില്ലേ, ഒരു ഡ്യൂട്ടിയില്ലേ, നിങ്ങളെന്താ ഈ ദരിദ്രവാനായി നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ അയിമാക്കും. വയുക്കല്ലിഫൂനഹു മാലായുതീഖു, ആവതില്ലാത്ത പണികളിലേക്ക് ഭർത്താവിനെ നിർബന്ധിക്കും. അപ്പോൾ അവന്റെ ദീന് നഷ്ടപ്പെടുന്ന വഴികളിലേക്കെല്ലാം അവൻ പ്രവേശിക്കും. അങ്ങനെ അവൻ നശിച്ചു പോകും. അങ്ങനെയുള്ളൊരു കാലഘട്ടം വരാൻ പോകുന്നു. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാനിത് പറയുന്നത് എന്താണ്? നമ്മുടെ ആരാധന കർമ്മങ്ങളായ വിഷയങ്ങൾ പോലും നമ്മുടെ അറിവ് കുറവ് കൊണ്ടും നിയ്യത്തിന്റെ കമ്മി കൊണ്ടും അത് ആദാത്തായി അധപതിച്ചു പോകുന്ന ഒരു ദുർഗതിയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുൻകഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല. ആദാത്ത് പോലും ത്വാഅത്തായി മാറുന്നൊരു കാലഘട്ടമായിരുന്നു മുൻഗാമികൾക്കുണ്ടായിരുന്നത്. ഇന്ന് ത്വാഅത്തുകൾ ആദാത്തായി മാറിക്കൊണ്ടിരിക്കുന്നു, നിയ്യത്തുകൾ അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, ഇൽമുകൾ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, വിജ്ഞാനങ്ങൾ അത് സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിൽ പലർക്കും പല വിഷയങ്ങളുടെയും ഇസ്ലാമികമായ മാനമറിയുന്നില്ല, ലക്ഷ്യങ്ങൾ നന്നാകുന്നില്ല. ഞാൻ ഇന്ന് കുറച്ചുകൂടെ പെണ്ണുങ്ങൾക്ക് പറ്റിയത്, താണങ്ങളുടെ വിഷയം, ബിസിനസ് നടത്തുന്നത്, കച്ചവടം, ജോലി, ഇതിനൊക്കെ പറ്റി പറഞ്ഞ് പെണ്ണുങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും, ഉസ്താദെ ഞങ്ങൾക്കൊന്നും ആയിട്ടില്ലല്ലോ. പുതിയാപ്പിളായിട്ടൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവര് ജോലി ചെയ്യുമ്പോൾ അവർക്ക് കൂലി ധാരാളം കിട്ടുന്നുണ്ട്, നിയ്യത്ത് ശരിപ്പെടുത്തിയാൽ, ബിസിനസ് നടത്തിയാൽ നിയ്യത്ത് ധാരാളം കിട്ടുന്നുണ്ട്. അത് പെണ്ണുങ്ങൾക്ക് അവരുടെ അടുക്കളയിൽ വെച്ച് വല്ലതും കിട്ടുകയില്ല എന്ന് പറയണം വിചാരിച്ചിരുന്നു. പക്ഷെ ശബ്ദത്തിന് വലിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തൽക്കാലം അവരുടെ ഭാഗത്തേക്ക് ഇന്ന് കടക്കുന്നില്ല. ഞാനിപ്പോ ഇടുന്ന ശബ്ദം അതിനാണ്. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല ശബ്ദം, നമ്മുടെ എല്ലാ കഴിവുകളും അല്ലാഹു തആല ബർക്കത്ത് തരട്ടെ. പകലിൽ മുതാലിമീങ്ങൾക്ക് ദർസ് ആയതുകൊണ്ട് പകലിൽ ശബ്ദമൊക്കെ ഒരുക്കി വെക്കാനൊന്നും കഴിയില്ലല്ലോ, നമുക്കെന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മുതാലിമീങ്ങളോടും ഒച്ചയിട, രാത്രി നമ്മളോട് ഒച്ചയിടുമ്പോൾ സ്വാഭാവികമായിട്ടും ശബ്ദത്തിന് ചെറിയ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് അർഹമുർ-റഹീമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയാൽ അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് സഹോദരിമാർക്ക് വളരെ കൂടുതൽ സ്വർഗം മണക്കുന്ന അടുക്കളയെക്കുറിച്ച് തന്നെയാണ് അടുത്ത ക്ലാസ് എന്ന് ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി വാക്ക് തരുന്നു. ഇൻഷാ അല്ലാഹ് കൂടാതെ നമുക്ക് മുമ്പിൽ വരാനിരിക്കുന്ന പവിത്രമായ 10 ദിനരാത്രങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. അറഫ ദിവസത്തിന്റെ പൗർണമി സമാനമായ ഏറ്റവും വലിയ അന്നത്തെ ദിവസത്തെ ബഹുമാനങ്ങളെ കുറിച്ച് പറയാനുണ്ട്, പെരുന്നാളിനെ കുറിച്ച് പറയാനുണ്ട്. ഇതൊക്കെയുണ്ട്. നമ്മുടെ വിഷയമാണെങ്കിലോ അതും കുറച്ചുകൂടെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുമില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചില ഭാഗങ്ങളും കൂടി സംസാരിക്കേണ്ടതുണ്ട്. അർഹമുർ-റാഹിമീനായ റബ്ബ് നമുക്ക് എല്ലാവിധ സഹായങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കടബാധ്യതകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സുഹൃത്ത് മുസ്തഫ പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുർ-റാഹിമീനായ റബ്ബേ, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുടെ ഹക്ക് കൊണ്ട്, കഴിഞ്ഞുപോയ എല്ലാ സലഫ് സ്വാലിഹീങ്ങളുടെയും, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖുകളുടെ ഹക്ക് കൊണ്ട് ഈ സഹോദരന്റെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും നമ്മെ സഹായിച്ചവരുടെയും എല്ലാവരുടെയും എല്ലാ കടബാധ്യതകളും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ റഹ്മാനെ. അതിന്റെ വഴികൾ ഹലാലായ വഴിയിലൂടെ എളുപ്പമാക്കി തരണേ റഹ്മാനെ. അതുപോലെ നൂർ മൊയ്തീൻ എന്ന ഐഡിയിലുള്ള സുഹൃത്ത് കുടുംബജീവിത റാഹത്തായി കിട്ടാൻ സമാധാനമില്ല, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കുസുമം 786 എന്ന ഐഡിയിലുള്ള സുഹൃത്ത് കാലിന് സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ KMIC ആലപ്പുഴ എന്ന ഐഡിയിലുള്ള സഹോദരൻ ഫാത്തിമ എന്ന സ്ത്രീ ഇന്ന് രാവിലെ മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അർഹമുർ-റാഹിമീനായ റബ്ബേ, മരണപ്പെട്ടവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ, ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അതുപോലെ മനസ്സിന് സമാധാനമില്ലാത്ത, കുടുംബജീവിത റാഹത്തില്ലാത്തവർക്ക് റബ്ബേ നീ കുടുംബജീവിത റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. കാലിന് അസുഖമുള്ളവർക്ക് നീ എത്രയും പെട്ടെന്ന് സൗഖ്യം നൽകണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ മുത്താലിമീങ്ങളും നമ്മുടെ ശബ്ദം കേൾക്കുന്നവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ പലരും. നമ്മളെ ഷിയാബ്, നമ്മുടെ സുഹൃത്ത് ഷിയാബ് പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടുകാർ പലരും അർഹമുർ-റാഹിമീനായ റബ്ബേ, സാധുക്കളാണ് ഞങ്ങളെക്കുറിച്ച് നിനക്കറിയാം. അവരുടെയും നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും എല്ലാവരുടെയും എല്ലാവിധ ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കി തരണേ റഹ്മാനെ. നീ എല്ലാ നിലക്കും സന്തോഷം പ്രദാനം ചെയ്യണേ റഹ്മാനെ. വിഷമങ്ങളിൽ നിന്ന് കരകയറ്റണേ റഹ്മാനെ. കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കുടുംബജീവിതത്തിന്റെ മാനസികമായ ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, ബിസിനസ് പരാജയങ്ങളിൽ നിന്ന്, ജോലി ഭാരങ്ങളിൽ നിന്ന്, മറ്റിതര പ്രയാസങ്ങളിൽ നിന്ന് എല്ലാം നീ കരകയറ്റം നൽകണേ റഹ്മാനെ. രോഗികൾക്ക് ശിഫായ നൽകണേ റഹ്മാനെ. വേദന തിന്നുന്നവർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. മരണപ്പെട്ടുപോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അർഹമുർ-റാഹിമീനായ റബ്ബേ, ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മക്കള്, ഭാര്യമാർ, ഭർത്താക്കൾ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, റഹ്മാനായ റബ്ബേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മളെ സഹായിച്ചവർ, നമ്മുടെ ക്ലാസ് റൂമിൽ പങ്കെടുത്തവർ, ഈ KMIC-യുടെ പ്രവർത്തകന്മാര്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് മോളൂർ മഅദിൻ മസാരിഉസ് സുന്ന എന്ന നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്നവർ, ഇതിനു വേണ്ടി ചെറുതും വലുതുമായ സേവനങ്ങൾ, ഇതിന്റെ അസ്ഥിവാര സമയം മുതൽ ഈ സമയം വരെ സാമ്പത്തികമായും ശാരീരികമായും നൽകിയവർ, ഇതിന് പിന്തുണ നൽകുന്നവർ, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകിയവർ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ സംഘടനാ ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, ദീനിന്റെ ഖാദിമീങ്ങൾ, ഉസ്താദന്മാർ, എല്ലാവർക്കും നീ എല്ലാവിധ വിജയവും നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ പൊരുത്തത്തിന്റെ ദായിറയിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവർക്ക് ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ.